ആയത്ത് അവതരിപ്പിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. ഖിബില മാറ്റം എന്ന് പറയുന്ന സംഭവത്തെ ആക്ഷേപിച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് 16 മാസക്കാലം മദീനയിൽ വെച്ച് നിസ്കരിച്ചിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള അനുവാദവും അല്ലെങ്കിൽ നിർദ്ദേശവും ലഭിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ന് പറഞ്ഞത് നാളെ മാറ്റുന്നു എന്ന് മുറവിളി കൂട്ടാനും ജനങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചുമുള്ള വിശ്വാസ്യതയ്ക്ക് കുറവുണ്ടാക്കാൻ സാധിക്കുമോ എന്ന് പരിശ്രമിക്കാനും ജൂതന്മാർ ശ്രമിച്ചപ്പോൾ ആ ശ്രമത്തിനുള്ള വായടപ്പൻ മറുപടിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹു തആല നിലവിലുണ്ടായിരുന്ന ഒരു നിയമത്തിന് അല്ലെങ്കിൽ ഖുർആനിൽ ഉണ്ടായിരുന്ന ഒരു കൽപ്പനക്ക് മാറ്റം വരുത്തിയാൽ അതിനേക്കാൾ മെച്ചപ്പെട്ടതോ തത്തുല്യമായതോ ആയിട്ടുള്ള മറ്റൊരു കൽപ്പന അല്ലാഹു തആല പകരം കൊണ്ടുവന്നുകൊണ്ട് ആ സമൂഹത്തിന് ഒരു നഷ്ടവും വരാത്ത ശൈലി അല്ലാഹു സ്വീകരിക്കും. കാരണം എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ ഏതൊരു നിയമവും അത് ഏത് നിയമമാണ് വേണ്ടത്, എപ്പോഴാണത് വേണ്ടത് എന്ന് അറിയുന്ന ത്രികാലജ്ഞാനിയായ റബ്ബ് ആ റബ്ബിന്റെ കൽപ്പനകളെ വിമർശിക്കാനോ അല്ലെങ്കിൽ അവന്റെ വിധിവിലക്കുകളെ ചോദ്യം ചെയ്യാനോ ഈ ഇട്ടാവട്ടത്തിൽ കടന്ന് തിരിയുന്ന ഒരു ജൂതനാവട്ടെ മറ്റുള്ളവരാവട്ടെ ആർക്കും അവകാശമല്ല. കാരണം ഓരോ സംഗതികളുടെയും നിജസ്ഥിതി, അതിന്റെ ഭാവി, അതിന്റെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചൊന്നുമുള്ള കൃത്യമായ ധാരണ ഈ പറയുന്ന ഒരാൾക്കുമില്ല. അതുകൊണ്ട് തന്നെ ആ ധാരണയുള്ള യജമാനനായ റബ്ബിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഒരാൾ സംസാരിക്കുന്നത് അവനവന്റെ നിലയെക്കുറിച്ചുള്ള അവനവന്റെ അവസ്ഥയെക്കുറിച്ചുള്ള അജ്ഞതയാണ് അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് അത് തെളിയിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്റെ ഒരു ചെറിയ ചുരുക്കം. ഏതായാലും അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറഞ്ഞു, വിശുദ്ധ ഇസ്ലാമില് ദുർബലപ്പെടുത്തൽ എന്ന് പറയുന്ന സംഗതി വിശുദ്ധ ഖുർആനിൽ തന്നെ ദുർബലപ്പെടുത്തപ്പെട്ട സംഗതികളുടെ അവസ്ഥകൾ ചിലപ്പോൾ വിധി ദുർബലപ്പെട്ടിട്ടുണ്ടാകും. പാരായണം, ഖുർആനിലുള്ള ഒരു ആയത്ത് അതിന്റെ നിയമം ഇപ്പൊ നിലവിലുണ്ടാവില്ല, അതേ സമയത്ത് പാരായണം നിലവിലുണ്ടാകും. അല്ലെങ്കിൽ വിധിയും നിലവിൽ ദുർബലപ്പെട്ടിട്ടുണ്ടാകും, പാരായണവും ദുർബലപ്പെട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ വിധി ദുർബലപ്പെട്ടെങ്കിലും പാരായണം നിലവിലുണ്ട്, അല്ലെങ്കിൽ പാരായണമുണ്ട് പക്ഷെ വിധിയില്ല. ഇങ്ങനെയുള്ള പല അർത്ഥത്തിലുമുള്ള നസ്ഖുകൾ, ദുർബലപ്പെടുത്തലുകൾ ഉണ്ട് എന്നതിന്റെ വിവിധ ഉദാഹരണങ്ങളാണ് മുമ്പ് നമ്മൾ പറഞ്ഞത്. ഇനി ഏതായാലും ഇരിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞല്ലോ, മാ നൻസഖ് മിൻ ആയത്തിൻ, ഏതൊരു സൂക്തത്തെ, ഖുർആനിലുള്ള ഏതൊരു സൂക്തത്തെ നമ്മൾ ദുർബലപ്പെടുത്തുമ്പോഴും, ദുർബലപ്പെടുത്താൻ അർത്ഥം ഒന്നുകിൽ അതിന്റെ ഓത്ത് ദുർബലപ്പെടുത്തി, അല്ലെങ്കിൽ അതിന്റെ നിയമം ദുർബലപ്പെടുത്തി, അല്ലെങ്കിൽ രണ്ടും കൂടെ ദുർബലപ്പെടുത്തി. അങ്ങനെ ദുർബലപ്പെടുത്തുമ്പോഴൊക്കെയും നഅ്തി ബി ഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ, അതിനേക്കാൾ മെച്ചപ്പെട്ടതിനെയോ അതിനോട് തുല്യമായതിനെയോ നമ്മൾ കൊണ്ടുവരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെ സംബന്ധിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, അമ്മാ ഖൗലുഹു തആല നഅ്തി ബി ഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ, അതിനേക്കാളും മെച്ചപ്പെട്ടതിനെയോ തുല്യമായതിനെയോ കൊണ്ടുവരും എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഫഫീഹി ഖൗലാനി, രണ്ട് അഭിപ്രായമുണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ. ഒന്ന് അന്നഹുൽ അഖഫു, മെച്ചപ്പെട്ടതിനെ കൊണ്ടുവരും അല്ലെങ്കിൽ തുല്യമായതിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ നിലവിലുണ്ടായിരുന്നതിനേക്കാളും സ്ട്രോങ് കുറഞ്ഞ എളുപ്പമുള്ളതിനെ കൊണ്ടുവരുമെന്നാണ്. മറ്റൊരു അഭിപ്രായം, രണ്ടാമത്തെ അന്നഹുൽ അസ്ലഹു, നിലവിലുണ്ടായതിനേക്കാളും മെച്ചപ്പെട്ടത് വെച്ചാൽ ഏറ്റവും അവർക്ക് ഉപകാരപ്രദമായതിനെ കൊണ്ടുവരുമെന്നാണ്. വഹാദ ഔല, ഈ രണ്ടാമത്തെ അഭിപ്രായമാണ് ഇവിടെ ഏറ്റവും നല്ലത്. കാരണം അന്നഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല യുസദ്രിഫുൽ മുകല്ലഫ അലാ മസാലിഹിഹി ലാ അലാ മാ ഹുവ അഖഫു അലാ തിബാഇഹി. ഒരു മനുഷ്യന് പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ ഒരു മുസ്ലിമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഗുണകരമായ സംഗതികളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിക്കുന്നത്, അല്ലാതെ അവന്റെ പ്രകൃതിയോട് ഏറ്റവും എളുപ്പമായി തോന്നുന്നത് എന്നതിലേക്കായിരിക്കണമെന്നില്ല. മനസ്സിലായില്ലേ? നമുക്ക് എളുപ്പമുള്ളത് എന്നതിനേക്കാൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഗുണകരമായത് എന്നതിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ തിരിക്കുക എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലർ പറഞ്ഞു. അപ്പോ ഒരു ചോദ്യം, എന്ത്? ലൗകാന സാനി അസ്ലഹ മിനൽ അവ്വലി ലകാനൽ അവ്വലു നാഖിസ സ്വലാഹി ഫകൈഫ അമറല്ലാഹു ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരായത്ത് ദുർബലപ്പെടുത്തുമ്പോ അതിനേക്കാൾ മെച്ചപ്പെട്ടതിനെ കൊണ്ടുവരും അല്ലെങ്കിൽ തുല്യമായതിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോ
അടിമകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായതിനെ കൊണ്ടുവരും എന്ന് പറയുമ്പോ അതിന് കിട്ടുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, നേരത്തെ ഉണ്ടായിരുന്നത് എന്തായിരുന്നില്ല എന്ന്, അത്ര ഉപകാരപ്രദമായിരുന്നില്ല എന്ന് തോന്നൂലേ? അതാ പറഞ്ഞത്, രണ്ടാമത് കൊണ്ടുവന്നത് ഒന്നാമത്തതിനേക്കാൾ ഗുണകരമാണെങ്കിൽ ഒന്നാമത് കൊണ്ടുവന്ന ആദ്യം ഉണ്ടായിരുന്ന നിയമം ഗുണം കുറഞ്ഞതാണ് എന്ന് വന്നില്ലേ? അപ്പൊ ഫക്കൈഫ അമറല്ലാഹു ബിഹി, എങ്ങനെയാണ് ആ കുറഞ്ഞ ഗുണമുള്ളത് അള്ളാഹു താല ആദ്യം കൽപ്പിച്ചത്? കുറെ കാലം അടിമകളെ കൊണ്ട് അള്ളാഹു താല ചെയ്യിപ്പിച്ചത് എന്തിനാ എന്നൊരു ചോദ്യം ഇവിടെ വരാം. എന്നാൽ അതിന്റെ മറുപടി എന്താ? കുൽന, നമ്മൾ പറയുന്നു, അൽ അവ്വലു, ആദ്യം ഉണ്ടായിരുന്നത് അസ്ലഹു മിനസാനി, രണ്ടാമത്തേതിനേക്കാൾ ഏറ്റവും ഗുണകരം തന്നെ ആയിരുന്നു ഈ അടിമക്ക് ബിന്നിസ്ബത്തിലെ വക്തിൽ അവൽ, ആദ്യ സമയത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ. അതേ സമയത്ത് വസാനി ബിൽ അക്സി മിൻഹു, രണ്ടാമത്തെ അത് ഇപ്പോഴത്തെ ടൈമിലേക്ക് ചേർത്ത് നോക്കുമ്പോ ഇതാണ് അസ്ലഹ്. അതായത് ഒരു സമയത്ത് ഒരാൾക്ക് ഏറ്റവും ഉപകാരപ്രദമായത് മറ്റൊരു സമയത്ത് ഉപകാരപ്രദമാകണമെന്നില്ല. അത് നമുക്കൊക്കെ അറിയില്ലേ അല്ലെ? ഒരാൾക്ക് ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല ആവി പറക്കണ ബിരിയാണി കിട്ടിയിട്ട് കാര്യമുണ്ടോ? ആ സമയത്ത് അയാൾക്ക് ബിരിയാണി വളരെ നല്ല സാധനമാണ്. അതേ സമയത്ത് ആ സമയത്ത് അയാൾക്ക് ആവശ്യമുള്ളത് പലപ്പോഴും എന്തായിരിക്കും? ഒരു നല്ല കട്ടൻ ചായ ആയിരിക്കും അല്ലെ? ആ കട്ടൻ ചായ കിട്ടേണ്ട സമയത്ത് അയാൾക്ക് നല്ല ബിരിയാണി കൊടുത്താൽ കട്ടൻ ചായനേക്കാൾ ഉഷാറാണ് ബിരിയാണി എന്ന് പറയുന്ന അർത്ഥമല്ല. അപ്പൊ അള്ളാഹു ആകുന്ന യജമാനൻ അറിയാം ഏതു കാലത്ത് ഏത് അടിമക്ക് ഏറ്റവും ഫലപ്രദമായത് ഏത് കാര്യമാണ് എന്ന്. അതുകൊണ്ട് നേരത്തെയുള്ള നിയമം ഉണ്ടായിരുന്നത് അക്കാലഘട്ടത്തേക്ക് അത് 100% ഫിറ്റായിരുന്നു. ആ കാലത്ത് അടിമകൾക്ക് ഏറ്റവും ഉപകാരപ്രദവും അത് തന്നെയായിരുന്നു. അതേ സമയത്ത് ഇനി മാറുന്ന കാലത്ത് അതിനേക്കാൾ ഉപകാരപ്രദം ഇതാണ്. അപ്പൊ ഞാൻ പണ്ട് എന്ത് ചെയ്തിരുന്നു? പണ്ട് ഞാനൊരു വള്ളിനിക്കറിട്ട് നടന്നിരുന്നു, അതുകൊണ്ട് 10-15 വയസ്സായാലും ഞാൻ അതേ ഇടുള്ളൂ എന്ന് വാശി പിടിക്കണില്ലല്ലോ ആരും. ഇല്ല, മറിച്ച് ആ കാലഘട്ടത്തേക്ക് ഫിറ്റായത് അപ്പോ, ഈ കാലത്തേക്ക് ഫിറ്റായത് ഇപ്പോ എന്ന അർത്ഥത്തിൽ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നില്ലേ? എങ്കിൽ ഈ അടിമകളുടെ ജീവിതത്തെ, അതേപോലെ തന്നെ ഈ ലോകത്തിന്റെ വരുംവരായികളെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള യജമാനനായ റബ്ബ്, അവൻ അവന്റെ അടിമകൾക്ക് ഒരു കാലഘട്ടത്തിലേക്ക് ഒരു നിയമം കൊണ്ടുവന്നാൽ ആ കാലത്തേക്ക് ആ നിയമം ഫിറ്റാണ്. അക്കാലത്തെ അസ്ലഹായ അഥവാ ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അത് തന്നെയാണ്. അതേ സമയത്ത് അതിനേക്കാൾ ഗുണകരമായത് എന്ന് പറയുന്നത് പിൽക്കാലത്തേക്ക് നോക്കുമ്പോഴാണ്. അപ്പൊ എല്ലാ കാലത്തും അള്ളാഹു തആല കൊണ്ടുവന്ന നിയമം എന്തെന്നെയാണ്? ഗുണപരം തന്നെയാണ്, അടിമകൾക്ക് ഏറ്റവും ഗുണമുള്ളത് തന്നെയാണ് എന്നാണ് ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നത്. ഏതായാലും ശരി, ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ചില ആളുകൾ പറഞ്ഞു ഇവിടെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ലാ യജൂസു നസ്ഖുൽ ഹുക്മി ഇല്ലാ ഇലാ ബദലി, ഒരു നിയമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലപ്പെടുത്തിയാൽ അതിനൊരു പകരം നിയമം കൊണ്ടുവന്നേ പറ്റൂ, അല്ലാതെ ദുർബലപ്പെടുത്താൻ പറ്റൂല എന്ന് ചിലർ പറഞ്ഞു. വഹ്തജു ബി അന്ന ഹാദിഹിൽ ആയത തദുല്ലു അലാ അന്നഹു തആല ഇദാ നസഖ ലാ ബുദ്ദ വ യഅതിയ ബഅദഹു ബിമാ ഹുവ ഖൈറുൻ മിൻഹു വ യകൂനു മിസ്ലുഹു. ഈ ആയത്തിൽ അല്ലാഹു തആല അങ്ങനെയല്ലേ പറഞ്ഞു, മാ നൻസഖ മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബി ഖൈറിൻ മിൻഹാ വ മിസ്ലിഹാ, തത്തുല്യമായതോ അല്ലെങ്കിൽ മെച്ചപ്പെട്ടതോ കൊണ്ടുവരുന്നു. അപ്പൊ ഒരു ആയത്ത് ദുർബലപ്പെടുത്തുമ്പോൾ മറ്റൊന്ന് പകരം വന്നേ പറ്റൂ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. വൽ ജവാബു, അങ്ങനെ വന്നോളണമെന്നില്ല. ഒരു നിയമത്തെ ദുർബലപ്പെടുത്തുമ്പോ അതിനേക്കാൾ മെച്ചപ്പെട്ടതായ ഒരു ബദല് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന്റെ കാരണം എന്താ? ലിമലായ ജൂസു അയ്യക്കൂല അയ്യുക്കാല, എന്തുകൊണ്ട് പറഞ്ഞുകൂടാ നമുക്ക്? അൽ മുറാദു അന്ന നഫിയ ദാലിക്കൽ ഹുക്മി, അപ്പോഴുണ്ടായിരുന്ന വിധിയെ ഇല്ലായ്മ ചെയ്യൽ, വഇസ്ഖാത്ത തഅബ്ബുദി ബിഹി, അതുകൊണ്ടുള്ള ആയത്തനുസരിച്ചുള്ള ശൈലി സ്വീകരിക്കൽ, അതിനെ ഉപേക്ഷിക്കൽ, ഖൈറും മിൻ സുബൂതിഹി ഫീ ദാലിക്കൽ വഖതി, ഈ സമയത്ത് അത് ഉണ്ടായതിനേക്കാൾ നല്ലതായി ഇല്ലാണ്ടക്കലാണ്. നേരത്തെ അങ്ങനെ ഒരു നിയമത്തിന്റെ വിധി ഉണ്ടായിരുന്നു, ആ സമയത്ത് ഇനി ആ നിയമത്തിന്റെ വിധി വേണ്ടാന്ന് വെച്ചു. ആ വേണ്ടാന്ന് വെക്കൽ തന്നെ എന്തായിട്ട് കണ്ടാ മതി? ഒരു ബദലായിട്ട് കണ്ടാ മതി. വേറൊന്നും എന്ത് ചെയ്തോളണമെന്നില്ല, പകരം കൊണ്ടുവന്നോളണം എന്നില്ല എന്നാണ്. ആ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ബദലില്ലാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലപ്പെടുത്തി എന്നതിന്റെ തെളിവാണ് സുമ്മല്ലദീ യദുല്ലു അലാ വഖൂഇൻ നസ്ഖി ലാ ഇലാ ബദലിൻ, പകരൊന്നും ഇല്ലാതെ തന്നെ നിലവിലുണ്ടായിരുന്ന നിയമത്തെ ദുർബലപ്പെടുത്തി എന്നതിന്റെ മേലിൽ അറിയിക്കുന്ന തെളിവാണ് അന്നഹു നസഖ തഖ്ദീമ സദഖത്തി ബൈന യദൈ മുനാജാത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംബോധന ചെയ്യുന്ന സമയത്തിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ നബി സല്ലല്ലാഹു നിങ്ങളുടെ അടുത്തേക്ക് ഒരു സദഖ ഹാജരാക്കാതിരിക്കരുത് എന്ന് നേരത്തെ സൂറത്തുൽ മുജാദിലയിൽ പറഞ്ഞില്ലേ? ആ പറഞ്ഞ വിധി അല്ലാഹു തആല ദുർബലപ്പെടുത്തിയത് ലാ ഇലാഹ ബദലിൻ, അതിന് പകരം മറ്റൊന്നും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടല്ല. അപ്പോ വേറൊന്ന് പകരം വരണം എന്ന് നിർബന്ധമൊന്നുമില്ല.
മറിച്ച് സാധാരണ പകരം കൊണ്ടുവരുന്നു പറഞ്ഞതിന്റെ അർത്ഥം നിലവിലുള്ള നിയമത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാണ്ടാക്കിയാൽ തന്നെ അതൊരു ബദലല്ലേ എന്ന അർത്ഥത്തിൽ കണ്ടാൽ മതി. ഏതായാലും ശരി, ഇത് വെച്ചുകൊണ്ട് ചില പണ്ഡിതന്മാരുടെ മറ്റൊരു നിരീക്ഷണം ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. കാല ഖൗമുൻ, ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, ലാ യജൂസു നസ്ഖു ശൈഇ ഇലാ മാ ഹുവ അസ്ഖലു മിൻഹു. ഒരു വിധിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലപ്പെടുത്തുമ്പോ പകരം വരുന്നത് അതിനേക്കാളും ഭാരമുള്ളതോ വിഷമകരമായതോ ആകാൻ പാടില്ല എന്ന് നിന്ന് വന്നു. കാരണം എന്താ, നെഗറ്റീവ് ഖൈരിൻ മിൻഹാ എന്നല്ലേ പറഞ്ഞേ, അതിനേക്കാളും മെച്ചപ്പെട്ടത് അല്ലെങ്കിൽ അത് പോലത്തതെങ്കിലും കൊണ്ടുവരും. അപ്പൊ ഒരു വിധിയെ ദുർബലപ്പെടുത്തിയിട്ട് അതിനേക്കാളും അതിനേക്കാളും വിഷമകരമായത് കൊണ്ടുവരാൻ പാടില്ല എന്നെന്ത് ചെയ്തു, ചിലർ ഈ ആയത്ത് വെച്ചോട്ട് പറഞ്ഞു. കാരണം എന്താ, നെഗറ്റീവ് ഖൈരിൻ മിൻഹ അതിനേക്കാളും മെച്ചപ്പെട്ടത് കൊണ്ടുവരും, അലവ് മിസ്ലാല് പോലത്തെ കൊണ്ടുവരും എന്ന് പറയുമ്പോ യുനാഫി കൗനഹു അസ്കല, ആ പകരം വരുന്നത് എന്താകാൻ പാടില്ല, ഇതിനേക്കാളും ടഫാകാൻ പാടില്ല, ഇതിനേക്കാളും ഭാരമേറിയതാകാൻ പാടില്ല എന്ന് വന്നില്ലേ. കാരണം എന്താ, ലി അന്നൽ അസ്കല, ഭാരമേറിയത് ലാ യകൂനു ഖൈറൻ മിൻഹു വലാ മിസ്ലഹു, അതിനേക്കാളും മെച്ചപ്പെട്ടതോ അതുപോലത്തതോ അല്ലല്ലോ, ഭാരം കൂടിയ വിഷമം കൂടിയില്ലേ, അതുകൊണ്ട് കഷ്ടപ്പാട് കൂട്ടിയെന്നല്ലേ പറയാ. അതുകൊണ്ട് ഒരു നിയമം അല്ലാഹു തആല ദുർബലപ്പെടുത്തുമ്പോൾ പിന്നെ വരുന്ന ബദല് അത് അതിനേക്കാളും വിഷമകരമായതാകാൻ പാടില്ല എന്ന് ഈ ആയത്തിൽ നിന്ന് ചിലര് ഒരു നിരീക്ഷണം നടത്തി. എന്നാൽ പണ്ഡിതന്മാരെ മറുപടി പറഞ്ഞു, വൽ ജവാബു, അതിന്റെ ഉത്തരം, ലിമലാ യജൂസു അൻ യകൂനൽ മുറാദു ബിൽ ഖൈരി, മെച്ചപ്പെട്ടത് കൊണ്ടുവരും എന്ന് പറഞ്ഞ ഖൈറിന്റെ ഉദ്ദേശം മാ യകൂനു അക്സറ സവാബൻ ഫിൽ ആഖിറത്തി, പരലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് എന്നായിക്കൂടെ. ഈ മെച്ചപ്പെട്ടത് എന്ന് പറയുന്നത് ഏത് നിലക്ക് മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതാ സാധനത്തിന്റെ മെറിറ്റിലേക്ക് പരിശോധിക്കുമ്പോ ആ സാധനം നേരത്തെ ഉണ്ടായതിനേക്കാളും എളുപ്പമാകണം എന്നർത്ഥം വെക്കേണ്ടയില്ല. മറിച്ച് നേരത്തെ ചെയ്തിരുന്ന ഇബാദത്ത് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിധി, ആ വിധിക്ക് മറ്റൊരു ബദല് വരുമ്പോൾ ആ ബദല് ബാഹ്യമായി നോക്കുമ്പോ കൂടുതൽ പ്രശ്നമുള്ളതും പ്രയാസമുള്ളതും ആണെങ്കിലും ആ പ്രയാസമുള്ളത് ചെയ്യുമ്പോ പരലോകത്തേക്ക് തനിക്ക് എന്ത് കൂടുമല്ലോ, തനിക്ക് ഖൈറും പ്രതിഫലവും കൂടുമല്ലോ. മഹാന്മാര് പറഞ്ഞിട്ടുണ്ടല്ലോ, അധ്വാനത്തിന്റെ തോതനുസരിച്ചാണ് അയാൾക്ക് എന്ത് ചെയ്യുക, അയാൾ ലക്ഷ്യം വെക്കുന്ന ആ പ്രതിഫലത്തിന്റെ അളവ് കൂടുക. അപ്പൊ ആ പറഞ്ഞതനുസരിച്ച് പകരം വരുന്നത് നേരത്തെ ഉള്ളതിനേക്കാൾ ലഘൂകരണം കിട്ടിയതാവണം എന്നില്ല, മറിച്ച് ശക്തമായിട്ടുള്ള വിഷമകരമായതാകുന്നതിന് ഒരു വിരോധമില്ല. കാരണം എന്താ, ആ ഹൈറായത് എന്ന് പറഞ്ഞതിന് അർത്ഥം എത്ര ഉള്ളൂ, പരലോകത്തെ പ്രതിഫലം കൂടുതലുള്ളത് എന്നാക്കിയാൽ മതി. സുമ്മ ഇന്നല്ലത് യദുല്ലി, നേരത്തെ ഉണ്ടായിരുന്ന നിയമത്തെക്കാൾ വിഷമകരമായ ടഫായത് അല്ലാഹു തആല പകരം കൊണ്ടുവന്നിട്ടുണ്ട് എന്നതിന് തെളിയിക്കുന്ന സംഗതി അന്നല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തആല നസഖ ഫി ഹഖ് സുനാത്തി, വേശ്യാവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിധി അല്ലാഹു ദുർബലപ്പെടുത്തി. എന്തായിരുന്നു ആ വിധി? അൽ ഹബ്സു ഫിൽ ബുയൂത്തി, വീടുകളിൽ തടഞ്ഞു വെക്കുക എന്നായിരുന്നു അവർക്കുണ്ടായിരുന്ന വിധി. അതിന് അല്ലാഹു തആല എന്തിലേക്ക് മാറ്റി? ഇലൽ ജിൽദി വറജമി, വിവാഹിതരല്ലെങ്കിൽ 100 അടി അടിക്കുക, ഒരു കൊല്ലം നാട് കടത്തുക. അതേസമയത്ത് വിവാഹിതരാണെങ്കിൽ എറിഞ്ഞു കൊല്ലുക എന്നതിലേക്ക് മാറ്റിയില്ലേ. അപ്പൊ എറിഞ്ഞു കൊല്ലൽ എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ വീട്ടിൽ തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞതിനേക്കാളും ഗൗരവമാണല്ലോ, വിഷമം കൂടിയതാണല്ലോ. ആ വിഷമം കൂടിയ വിധി പിന്നെ അല്ലാഹു തആല കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ എളുപ്പമാകണം പിന്നെ വരുന്ന വിധി എന്ന് അർത്ഥം വെക്കേണ്ടതില്ല. അതേപോലെ നസ്തി സൗമി ആശൂറ, മുഹറം 10 നോമ്പിന്റെ നിർബന്ധത്തെ ദുർബലപ്പെടുത്തി. ബി സൗമി റമളാന, റമളാൻ നോമ്പുകൊണ്ട് ദുർബലപ്പെടുത്തി. അന്ന് മുഹറം 10 മാത്രം, ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് മുഹറം 10 മാത്രം എന്ത് ചെയ്താമായിരുന്നു, നോമ്പ് പറ്റാൻ മതിയായിരുന്നു. ആ സമയത്ത് അതിന് അല്ലാഹു തആല പകരം ആ നിർബന്ധത്തെ, മുഹറം 10 നിർബന്ധത്തെയാണ് ക്യാൻസൽ ചെയ്തിട്ട് പകരം കൊണ്ടുവന്ന ഒരു മാസം മുഴുവനായിട്ട് നോമ്പെടുക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ കൊല്ലമൊക്കെ ആലോചിച്ചൊക്കെ 15.5 മണിക്കൂറൊക്കെ നോമ്പ് വരും, അതും ശക്തമായ ചൂടിന്റെ സമയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അത് അർഹമായ വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഈ ശക്തമായ ചൂടുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ നോമ്പെടുക്കുമ്പോ എന്തായാലും ഒരു ദിവസം നോമ്പെടുക്കാന്ന് പറഞ്ഞതിനേക്കാളും ഗൗരവം തന്നെയല്ലേ ആണ്. അപ്പൊ നേരത്തെ ഉള്ളതിനേക്കാളും ടഫായ നിയമം പിൽക്കാലത്ത് അല്ലാഹു തആല കൊണ്ടുവന്നുകൂടായികയില്ല. അങ്ങനെ കൊണ്ടുവന്നാൽ ആ കൊണ്ടുവരുമ്പോ അത് ഹൈറാണ്. അതെങ്ങനെ ഹൈറാകുക? നേരത്തെ ഉള്ളതിനേക്കാളും പ്രതിഫലം അതിന് കിട്ടും അല്ലെ? ഉറപ്പന്നല്ലേ? ഒരു ദിവസം നോമ്പ് നിൽക്കുമ്പോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയ സുന്നത്തുകൾ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, അതുമായിട്ട് ബന്ധപ്പെട്ട ഫർള എടുക്കാൻ പറ്റുള്ളൂ. അതേ സമയത്ത് ഒരു മാസം ആ ഇബാദത്തുമായിട്ട് ബന്ധപ്പെട്ട ഫർളുകളും സുന്നത്തുകളും ആദാബുകളും അത് ജീവിതത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോ ആ ഒരു മാസവും നമുക്ക് ഹൈറാത്തുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കല്ലേ.
അതുകൊണ്ട് മെച്ചപ്പെട്ടത് എന്ന് പറഞ്ഞത് എന്തെന്നെ കൊള്ളുന്നില്ല, ഈ പ്രവർത്തനം കൂടുതൽ എളുപ്പമുള്ളത് എന്നാകണമെന്നില്ല. ഈ പ്രവർത്തനത്തിന്റെ ബെനിഫിറ്റ്, ഇതിന്റെ പ്രതിഫലം വിശ്വാസിക്ക് ഗുണകരമാവുക എന്നായിരിക്കും. അങ്ങനെ ആയാൽ നഅതി ബിഖൈരിൻ മിൻഹാ, അതിനേക്കാളും മെച്ചപ്പെട്ടതിനെ പകരം കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ഇവിടെ സ്വാഭാവികമായും ഫലപ്രദമാകുന്നുണ്ട്. അങ്ങനെ തന്നെയല്ലേ വിശ്വാസി ചിന്തിക്കേണ്ടതും, അല്ലെ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഈ ഭൗതിക ജീവിതം അല്ലാഹു തആല നമുക്ക് എന്തിനു തന്നതാ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ? അപ്പൊ നല്ലോണം അധ്വാനിക്കുന്നവർ, നല്ലോണം ശ്രദ്ധിക്കുന്നവർ, ആ ശ്രദ്ധിക്കുന്ന ആളുകൾ അവരുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം കാണുന്ന ഒരു ദിവസം വരാനുണ്ട്. കുലു വശ്റബു ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. നാളെ പരലോകത്ത് വരുമ്പോ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഈ കഠിനമായ ചൂടുള്ള സമയത്ത് കഷ്ടപ്പെട്ട് നോമ്പെടുത്തിരുന്ന ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന വലിയൊരു പ്രതിഫലം, കുലു വശ്റബു ഹനീഅ, വളരെ സന്തോഷത്തോടുകൂടെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്തോളൂ. ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങൾ ആ അന്ന് ചെയ്തു വെച്ചതിന് പകരമായിട്ട്, അന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് നടക്കുമ്പോ ദാഹിച്ച് വലയുമ്പോഴും അതേപോലെ തന്നെ വിശന്ന് പൊരിയുമ്പോഴും നിങ്ങൾ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധിച്ചില്ല. കാരണം യജമാനന റബ്ബനിക്ക് നിർബന്ധമാക്കിയ ആ നോമ്പിന്റെ ചിട്ടവട്ടത്തിനകത്ത് നിൽക്കേണ്ടവനാണ് ഞാൻ എന്ന ചിന്ത കൊണ്ട് നിങ്ങൾ അന്ന് കഷ്ടപ്പെട്ടു. അതിന് ഞാൻ ഇതാ ഇന്ന് നിങ്ങൾക്ക് എല്ലാവരും വിശന്നു പൊരിയുമ്പോൾ, എല്ലാവരും അങ്ങേയറ്റം ദാഹിക്കുമ്പോൾ, ഒരിറ്റ് വെള്ളത്തിന് പോലും ഒരാൾക്കും സംവിധാനമല്ലാതെ നരകത്തിൽ മനുഷ്യന്മാര് കെഞ്ചുമ്പോൾ, അവരോട് വെള്ളം ചോദിച്ച് 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 മടുക്കുന്ന സമയത്ത് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം എന്താണ്? ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മാഉൽ ഹമീം എന്ന് പറയുന്ന നരകത്തിൽ കത്തിക്കുന്ന മനുഷ്യന്മാരുടെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന ആ വല്ലാത്ത ചൂടുള്ള വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കപ്പെടും. ആ വസുഖൂമ അൻ ഹമീമ, അവർക്ക് ഹമീം എന്ന് പറയുന്ന ഒരു വെള്ളം അഥവാ ശക്തമായ ചൂടുള്ള വെള്ളം അവർക്ക് കുടിപ്പിക്കപ്പെടും. ആ വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹത്തിന്റെ ശക്തി കൊണ്ട്, അല്ലാതെ ആ ദാഹം കഠിനമായപ്പോൾ ഒരിറ്റ് വെള്ളം കിട്ടിയത് എങ്ങനത്തെ വെള്ളാന്ന് നോക്കാതെ അത് കുടിക്കാൻ വേണ്ടി ചുണ്ടോടടുപ്പിക്കുന്ന സമയത്ത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, അവരുടെ വയറ്റിലുള്ളതും തൊലികളും അടക്കം കരിഞ്ഞു പോകാൻ മാത്രം, തിളച്ച് കരിഞ്ഞു പോകാൻ മാത്രം ആ വെള്ളത്തിന്റെ ചൂട് കഠിനമായിരിക്കും. അപ്പൊ ആ നിലക്കുള്ള വെള്ളം കുടിക്കേണ്ട ഒരവസ്ഥ പലർക്കും അന്നവിടെ ഉണ്ടാകുമ്പോ, ഈ ഭൂമിയിലെ ചൂടിന്റെ കഷ്ടപ്പാട് വരുന്ന സമയം, ആ കഷ്ടപ്പാട് എനിക്ക് പ്രശ്നമല്ല, നരകത്തിന്റെ തീഷ്ണമായ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടത്തെ ഈ വെയിലിന്റെ ചൂടും പകൽ സമയത്തുള്ള വിഷമവും ഞാൻ അത്ര കാര്യമാക്കുന്നില്ലെന്ന് ചിന്തിക്കുകയും അത് ആ നിലക്ക് തന്നെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്ത അടിമകൾക്ക് അതാ പടച്ച റബ്ബിന്റെ വല്ലാത്ത ഓഫർ വരികയാണ്. കുലു വശ്റബു ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ഭൂമിയിൽ ജീവിച്ച സമയത്ത് നിങ്ങൾ അന്ന് ചെയ്തു വെച്ചതിന് പകരമായിട്ട്, അന്ന് നിങ്ങൾ അനുഭവിച്ച പ്രയാസത്തിന് പകരമായിട്ട് നല്ല സന്തോഷത്തോടുകൂടെ നല്ല രുചികരമായ ഭക്ഷണം കഴിക്കുകയും നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള വെള്ളം കുടിക്കുകയും ചെയ്തോളൂ എന്നവരോട് പറയപ്പെടും. അപ്പൊ മുഹറത്തിലെ 10ന്റെ അന്നത്തെ നോമ്പിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ നോമ്പിന്റെ നിർബന്ധത്തിലേക്ക് നമ്മളെ മാറ്റുമ്പോ, ഒരു മാസക്കാലം കഷ്ടപ്പെടണം എന്നത് ബാഹ്യമായി ചിന്തിച്ചാൽ അത് നമുക്ക് പ്രയാസമുള്ളതാണെങ്കിലും, നേരത്തെ ഉള്ളതിനേക്കാൾ അത് ടഫാണെങ്കിലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നോമ്പ് കാരണത്താൽ ഒരു നോമ്പുകാരന് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തിന്റെ ഭാഗങ്ങൾ അത് ആലോചിച്ച് നോക്കുമ്പോൾ അവന് വല്ലാത്ത ഖൈറല്ലേ. അതുകൊണ്ട് തന്നെയല്ലേ റമളാനു ശരീഫ് വരുമ്പോ സത്യവിശ്വാസികളായ ആളുകളൊക്കെ വലിയ സന്തോഷത്തോടെ, അതിലേറെ ആവേശത്തോടെ അതാ റമളാനിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. റജബ് മാസത്തിന്റെ 1-ാം തീയതി മുതൽ ബല്ലിഗ്നാ റമളാൻ, റമളാനിനെ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ പടച്ചവനെ എന്ന് വിശ്വാസിക്ക് പ്രാർത്ഥിക്കാനായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിന്റെ അർത്ഥതലം എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഒന്ന് ആലോചിച്ചു നോക്കിയേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിന്റെ 2 മാസം മുമ്പ് മുതൽ റമളാനിനെ എത്തിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോ അതൊരു വല്ലാത്ത അതിഥിയാണെന്നും, ശരിക്കും മനുഷ്യന്റെ മനസ്സിന് സന്തോഷം നൽകുന്ന, അവന്റെ ഹൃദയത്തിൽ കുളിരു കോരിയിടുന്ന ഒരു വല്ലാത്ത ആനുകൂല്യങ്ങളുടെ പെരുമ്പറയുമായി, അതേപോലെ തന്നെ നന്മകളുടെ
കാലമായി സത്യവിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് റമദാൻ എന്ന ആ ഒരു പ്രഖ്യാപനമുണ്ടാകുമ്പോൾ ഒരു മാസക്കാലം പകൽ സമയം പട്ടിണി കിടക്കണം എന്നത് ആലോചിക്കുന്നത് അത് വിഷമകരമാണെങ്കിലും അതിന് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം, അതിന് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് അത് ആലോചിച്ച് നോക്കുമ്പോൾ അത് ഖൈറ് തന്നെയാണ്, അത് ഏറ്റവും ഗുണകരം തന്നെയാണ്. അതാണ് ബഹുമാനപ്പെട്ട നഅ്തി ബിഖൈരിൻ മിൻഹാ, അതിനേക്കാളും മെച്ചപ്പെട്ടത് പകരം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അതിന് പ്രവർത്തനത്തിൽ വിഷമമില്ലാത്തത് എന്നാകണമെന്നില്ല, മറിച്ച് അയ്യക്കൂനൽ മുറാദു ബിൽ ഖൈരി, ഏറ്റവും മെച്ചപ്പെട്ടത് എന്നതിന്റെ ഉദ്ദേശം അക്സറ സവാബം ഫിൽ ആഖിറ, പരലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് എന്നർത്ഥമാകാം. അതിന്റെ ഉദാഹരണമാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് റമദാൻ നോമ്പിന്റെ ഉദാഹരണം. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറയാണ്, അതാ അപ്പൊ ഇതാ റഫ്തഹാദാ, നീ ഈ തത്വം നീ മനസ്സിലാക്കിയാൽ ഫനഖൂലു, നാം പറയുന്നു, അമ്മാ നസ്ഖു ശൈഇൽ അസ്ഖലി, ഒരു സംഗതിയെ അതിനേക്കാളും വിഷമുള്ളതിലേക്ക് അല്ലാഹു തആല ദുർബലപ്പെടുത്തി പകരം തരുന്നത് കൂടുതൽ പ്രയാസമാകുന്നത് ഫഖദ് വഖഅ ഫിസ്സുവരിൽ മദ്കൂറ, നേരത്തെ പറഞ്ഞ രൂപത്തിൽ മാത്രമാണ്. അതേസമയത്ത് അതിന്റെ ഫലം എന്തായിരിക്കും? കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കും. ഇനിയോ ചിലപ്പോ എങ്ങനെ ഉണ്ടാകും? നഅ്തി ബിഖൈരിൻ മിൻഹാ, അതിനേക്കാളും മെച്ചപ്പെട്ടതിലേക്ക് മാറ്റും എന്ന് പറഞ്ഞാൽ അമ്മാ നസ്ഖുഹു ഇലൽ അഖഫി, ലഘൂകരിച്ച നേരത്തെ ഉള്ളതിനേക്കാളും ലഘൂകരണത്തിലേക്ക്, ഈസി ആയിട്ടുള്ള ഒരു നിയമത്തിലേക്ക് അല്ലാഹു തആല ദുർബലപ്പെടുത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഫകനസ്ഖിൽ ഇദ്ദ എന്ന ഒരു ഭർത്താവ് മരിച്ചാലുള്ള ഇദ്ദയെ, ആ ദീക്ഷാ കാലയളവിനെ അല്ലാഹു തആല ദുർബലപ്പെടുത്തി മിൻ ഹൗലിൻ, ഒരു കൊല്ലം എന്നതിൽ നിന്ന് ഇലാ അർബഅത്തി അശ്ഹുരിൻ വഅശ്റ, 4 മാസവും 10 ദിവസവും എന്നതിലേക്ക്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലഘൂകരണം തന്നെയാണ് ശരിക്കും ബാഹ്യമായി തന്നെ കാണാവുന്ന ലഘൂകരണം കൊണ്ടുവന്നു. അതേപോലെ ഒക്കെ നസ്ഖി സ്വലാത്തിൽ ലൈലി, രാത്രി നിസ്കാരത്തിന്റെ നിർബന്ധത്തെ അല്ലാഹു തആല ദുർബലപ്പെടുത്തി ഇല തഖ്യീരി ഫീഹ, അതിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാം എന്നതിലേക്ക്. നേരത്തെ അത് നിർബന്ധമായിരുന്നു എന്നാണ്. യാ അയ്യുഹൽ മുസ്സമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലൻ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ എന്ന സൂറത്തുൽ മുസ്സമ്മിലിന്റെ ആദ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, അതുമായിട്ട് ബന്ധപ്പെടുത്തി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. എന്ത്? അന്നല്ലാഹു അഫ്തറ ഖിയാമൽ ലൈലി ഫി അവ്വലി ഹാദിഹി സൂറ, സൂറത്തുൽ മുസ്സമ്മിലിന്റെ ആദ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നിസ്കാരത്തെ നിർബന്ധമാക്കി. എന്നിട്ടോ അങ്ങനെ ഫഖാമ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു ഹൗലൻ, ഒരു കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും നിസ്കരിച്ചു. ഹത്ത അൻസലല്ലാഹു ഫി ആഖിരി സൂറ, ഈ സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹു തആല ഇറക്കിയ തഖ്ഫീഫ, ലഘൂകരണത്തെ. ഫസാറ ഖിയാമുൽ ലൈലി തതബുഅൻ ബഅദ ഫർളിയതിഹി, നിർബന്ധാണ് എന്ന നിയമത്തിൽ നിന്ന് പിന്നീട് അത് എന്തിലേക്ക് മാറ്റി? സുന്നത്ത് എന്നതിലേക്ക് മാറ്റി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധി എങ്ങനെയെന്നുള്ളതിൽ തർക്കവും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രാത്രി ഒരാൾ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കൽ എന്നതൊക്കെ അത് നല്ലതാണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്, നമ്മുടെ ഹൃദയം നന്നാവാൻ പറ്റിയ കാര്യമാണ്. അതേപോലെ തന്നെ ആഖിറത്തിലെ പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ്. ഖബറിൽ ഏറ്റവും കൂടുതൽ വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള അവസരമുണ്ടാ എന്നൊക്കെയാണ് ആ പറഞ്ഞതിന്റെ ആശയമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ദുർബലപ്പെടുമ്പോൾ ആദ്യത്തിന്റെ പ്രസക്തി എന്ത്? അത് പറഞ്ഞല്ലോ നേരത്തെ, ആദ്യ കാലഘട്ടങ്ങളിൽ അഥവാ ഈ നിയമം നിലവിലുണ്ടായിരുന്ന കാലത്ത് അടിമകൾക്ക് ഫലപ്രദമായത് അതാണെന്നാണ് അള്ളാഹുവിന്റെ അറിവിലുള്ളത്. അതുകൊണ്ട് അക്കാലഘട്ടത്തിലേക്ക് ആ നിയമം 100% ഫലപ്രദമായിരുന്നു. എന്നാൽ അതിനേക്കാളും അസ്ലഹായ, ഗുണകരമായ, അത് ദുനിയാവിലോ ആഖിറത്തിലോ ഗുണകരമായ മറ്റൊരു നിയമം പിന്നീട് വരുമ്പോ ആ നിയമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത് മാറ്റിക്കൊണ്ടുവന്നു. അപ്പൊ ദുർബലപ്പെട്ടതിന്റെ നേരത്തെ പ്രസക്തി മനസ്സിലായല്ലോ. ഇപ്പൊ ഇതിന്റെ പ്രസക്തി എന്താണോ അതേ പ്രസക്തി തന്നെ നേരത്തെ എന്തിനു നിലനിൽക്കുന്നുണ്ട്? ആദ്യത്തെ നിയമത്തിന് നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഏതായാലും ശരി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അമ്മാ ഖൗലുഹു തആല അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നാണ് ആയത്തിന്റെ ബാക്കി. അതായത് ഏതൊരു ആയത്തിനെ ദുർബലപ്പെടുത്തുമ്പോഴും അല്ലാഹു തആല പകരം കൊണ്ടുവരല്ലേ, അത് പോലത്തെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞത് അലം തഅലം, തങ്ങൾക്കറിയില്ലയോ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതിന്റെ വ്യാഖ്യാനത്തിൽ ഫതംബീഹുൽ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഗൈരിഹി, ഇത് അള്ളാഹുവിന്റെ നബി സ്വല്ലല്ലാഹു തങ്ങളെയും അതേപോലെ മറ്റുള്ളവരെയും ഉണർത്തുകയാണ് അല്ലാഹു തആല അലാ ഖുദ്റതിഹി തആല, അള്ളാന്റെ കഴിവിന്റെ മേലിൽ ഉണർത്തുകയാണ്. എന്ത് കഴിവ്? അലാ തസ്രീഫിൽ മുക്കല്ലഫി തഹത്ത മശീഅത്തിഹി വഹുക്മിഹി വഹിക്മത്തിഹി, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെയും അതേപോലെ അവന്റെ വിധിയുടെയും അവന്റെ
തന്ത്രങ്ങളുടെയും കീഴിൽ ഒരു മുക്കല്ലഫിനെ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുസ്ലിമിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നതിനാർക്ക് കഴിവുണ്ട്? അള്ളാഹുവിന് കഴിവുണ്ട്. അന്നഹു ലാ ദാഫിയ ലിമാ അറാദ, അള്ള ഉദ്ദേശത്തിനെ പ്രതിരോധിക്കാനോ വലാ മാനിയ ലിമഖ്താറ, അള്ള സെലക്ട് ചെയ്തതിനെ റിജക്ട് ചെയ്യാനോ ആരെക്കൊണ്ടും സാധ്യമല്ല എന്നാണ് ഈ ആയത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. അതായത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരോടുള്ള അതിശക്തമായിട്ടുള്ള ഒരു വായടപ്പൻ മറുപടിയാണ് ഈ ആയത്തിന്റെ ലാസ്റ്റ് ഭാഗത്തുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത് എന്നർത്ഥം. ഇവിടെ ബഹുമാനപ്പെട്ട ഖുർആൻ ഈ പറഞ്ഞതും അതിനോട് ചേർത്തുകൊണ്ട് ഇനി തൊട്ട ആയത്തും കൂടെ മനസ്സിലാക്കിയാൽ വിഷയം കുറച്ചുകൂടി എളുപ്പമാവും. തുടർന്നുള്ള പറഞ്ഞു, അലം തഅലം, നബിയെ തങ്ങൾക്കറിയില്ലയോ, അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ലഹു മുൽക്കു സമാവാതി വൽ അർളി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം അവന് മാത്രമാണ്. വമാ ലക്കും മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾക്കില്ല തന്നെ, മിൻ വലിയ്യിൻ, ഒരു രക്ഷകനോ വലാ നസീരിൻ, ഒരു സഹായിയോ. അള്ളാഹുവിനുള്ളതാണ് ആകാശവും ഭൂമിയും, അതിലുള്ളതെല്ലാം. അള്ളാഹുവിന് പുറമെ അള്ളാഹുവിനെ വിട്ടുകൊണ്ടുള്ള ഒരു രക്ഷകനോ ഒരു സഹായിയോ നിങ്ങൾക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോ ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഏലം, നീ മനസ്സിലാക്കണം, അന്നഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ലമ്മാ ഹകമ ബി ജവാസിൻ നസ്ഖി, ഒരു വിധിയെ, നിലവിലുണ്ടായിരുന്ന വിധിയെ ദുർബലപ്പെടുത്തൽ അത് അനുവദനീയമാണ് എന്ന് അല്ലാഹു തആല വിധിച്ചപ്പോ അഖബഹു, അതിന്റെ ഉടൻ അല്ലാഹു തആല പറഞ്ഞു, ബി ബയാനി അന്ന മുൽക്കസ്സമാവാതി വൽ അർളി ലഹു ലാ ലിഗൈരിഹി, ആകാശഭൂമിയുടെ അധികാരം അല്ലാഹ്ക്കാണ്, മറ്റൊരാൾക്കും അല്ല എന്ന് അല്ലാഹു പറഞ്ഞു. എന്തിനാണ് ആ പറഞ്ഞത്? വഹാദാ ഹുവ തംബീഹു, അത് ഉണർത്തുകയാണ്, അലാ അന്നഹു സുബ്ഹാനഹു വ തആല, നിശ്ചയം അല്ലാഹു തആല, ഇന്നമാ ഹസുന മിൻഹു അൽഅംറു വന്നഹ്യു, ആ കൽപ്പനകളും വിരോധങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്ന് ഉണ്ടാവുന്നത് ലി കൗനി മാലിക്കൻ ലിൽ ഖൽഖി, അവൻ സൃഷ്ടികളുടെ ഉടമസ്ഥനാണ് എന്നതുകൊണ്ടാണ്. വഹാദാഹു മദ്ഹബു അസ്ഹാബിന, അതാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നത്. അള്ളാഹു ആണ് സൃഷ്ടികളുടെ ഉടമസ്ഥൻ. ആ ഉടമസ്ഥനായ അള്ളാഹു അടിമകളുടെ വിഷയത്തിൽ തീരുമാനം പുറപ്പെടുവിക്കാൻ, ചില സംഗതികൾ വിലക്കാൻ, ചില സംഗതികളെ കൽപ്പിക്കാൻ, അതിനുള്ള പൂർണ്ണമായ അധികാരം ആർക്കുണ്ട്? അള്ളാഹുവിനുണ്ട്. ആ അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിക്കുമ്പോൾ ആ പ്രയോഗത്തെ എതിർക്കാനോ അല്ലെങ്കിൽ അതിൽ ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാനോ ആർക്ക് അവകാശമല്ല? അടിമകൾക്ക് അവകാശമല്ല. അതായത് നേരെയോട് പറഞ്ഞാൽ ജൂതന്മാരോട് അടങ്ങിയിരുന്നോളാനുള്ള ശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ് എന്നർത്ഥം. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വഇന്നഹു ഇന്നമാ ഹസുനത് തക്ലീഫു മിൻഹു ലിമഹലി കൗനിഹി മാലികൻ ലിൽ ഖൽഖി മുസ്തൗലിയൻ അലൈഹിം ലാ ലി സവാബിൻ യഹ്സുൽ ഔ ലി ഇഖാബിൻ യൻദഫു, ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പ്രതിഫലം ലഭിക്കാനോ എന്നതിനേക്കാൾ അടിമകളുടെ അധികാരി, ആധിപത്യമുള്ളവൻ അള്ളാഹുവാണ് എന്നതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് എന്തിന് അവകാശമുണ്ട്? ഒരു വിധി പുറപ്പെടുവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നു. എന്നിട്ട് പ്രധാനമായും മറ്റൊരു പറഞ്ഞ വിഷയത്തിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് മാത്രം ഒതുങ്ങിയിട്ടും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഖാലൽ ഖഫാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വയഹ്തമിലു അൻ യകൂന ഹാദാ ഇശാറത്തൻ ഇലാ അംരിൽ ഖിബലത്തി, ആകാശഭൂമിയുടെ അധികാരം അല്ലാഹ്ക്കാന്ന് പറഞ്ഞത് ഖിബലയുടെ വിഷയത്തിലേക്കുള്ള സൂചനയാകാം. കാരണം എന്താ? ഫഇന്നഹു തആല അഖ്ബറഹും, അല്ലാഹ് അവരോട് പറയാണ്, ബി അന്നഹു മാലികുസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ ഉടമയാണ് അല്ലാഹു. വന്നൽ അംകിനത വൽ ജിഹാത്തി കുല്ലഹ, എല്ലാ സ്ഥലങ്ങളും ഭാഗങ്ങളും അത് ലഹു അല്ലാഹ്ക്കുള്ളതാണ്. വന്നഹു ലൈസ ബഅദുൽ ജിഹാത്തി, ചില ഭാഗങ്ങൾ അക്ബറ ഹുർമത്തൻ മിനൽ ബഅദി, മറ്റു ചിലതിനേക്കാൾ വലുതല്ല. ഇല്ലാ മിൻ ഹൈസു യജഅലുഹാ ഹുവ തആല ലഹു, ആ സാധനത്തിന് അല്ലെങ്കിൽ ആ സ്ഥലത്തിന് അല്ലെങ്കിൽ ആ ഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹുർമത്ത്, ബഹുമാനം നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ എല്ലാ സ്ഥലവും ഒരേപോലെയാണ്, എല്ലാ ദിവസവും ഒരേപോലെയാണ്, എല്ലാ സമയവും ഒരേപോലെയാണ്, എല്ലാം ഒരേപോലെയാണ്. പക്ഷേ അതിൽ നിന്ന് ചിലതിന് പ്രത്യേകത വരുന്നത് എങ്ങനെയാ? അത് അല്ലാഹു തആലയിന് പ്രത്യേകത നൽകിയപ്പോഴാണ്. വൈദാകാന കദാലിക, സംഗതി ഇങ്ങനെയാണെങ്കിൽ, വക്കാനൽ അംറു ബിൽ ഇസ്തിഖ്ബാൽ ഖിബലത്തി, ഖിബലയിലേക്ക് തിരിയണം, കഅബയിലേക്ക് തിരിയണം എന്ന കൽപ്പന, ഇന്നമാ ഹുവ മഹ്ലു തഖ്സീസി ബിത്തശ്രീഫി, ആ സ്ഥലത്തിന് മറ്റു സ്ഥലത്തിനേക്കാൾ അല്ലാഹു തആല പ്രത്യേകത പ്രഖ്യാപിച്ചു എന്നതിന്റെ പേരിൽ മാത്രമാണ്. ഫലാ മാനിഅ, അപ്പോൾ ഒരു തടസ്സമല്ല. യംനഉ മിൻ തഗ്യീരിഹി മിൻ ജിഹത്തിൻ ഇലാ ജിഹത്തിൻ, ഒരു സ്ഥലത്തുനിന്ന് ആ ഖിബലയുടെ ദിശയെ
മറ്റൊരു സ്ഥലത്തേക്ക് അള്ള മാറ്റുന്നതിന് ഒരു തടസ്സമല്ല. കാരണം എന്താ, ഏത് സ്ഥലത്തിനാണ് പവർ കൂടുതലുള്ളതെന്ന് തീരുമാനിക്കാനുള്ള ഫൈനൽ അതോറിറ്റി അത് അള്ളാഹു ആവുന്നു. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു 16 മാസക്കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാൻ. അത് കഴിഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കഅബയിലേക്ക് തിരിയാൻ. ഇതൊക്കെ അള്ളാഹുവിന്റെ അധികാരത്തിലുള്ളതാണ്. എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഓരോ സൃഷ്ടിക്കും പ്രത്യേകതയും പവറും വരുന്നതിന്റെ മാനദണ്ഡം ആ പവറും പ്രത്യേകതയും അള്ളാഹു നൽകുന്നുണ്ടോ ഇല്ലേ എന്നതിനെ ആസ്പദമാക്കിയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലതിന് എന്ത് നൽകുന്നു, പ്രത്യേകത നൽകുന്നു. ചില സ്ഥലത്തിന് അള്ളാഹു മഹത്വം നൽകി, അപ്പൊ ആ സ്ഥലം പവറുള്ളതായി. ചില പ്രദേശത്തിന് അള്ളാഹു പ്രത്യേകത നൽകി, അപ്പൊ ആ പ്രദേശം പവറുള്ളതായി. ചില ദിവസങ്ങൾക്ക് അള്ളാഹു പ്രത്യേകത നൽകി, അപ്പോൾ ആ ദിവസങ്ങൾ പ്രത്യേകതയുള്ളതായി. അല്ലെങ്കിൽ ഇതെല്ലാം സാമാന്യവൽക്കരിക്കപ്പെട്ടു പോകേണ്ടതായിരുന്നു. അതിനാൽ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഫൈനൽ അതോറിറ്റിയായ അള്ളാഹു ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് തങ്ങളുടെ ഖിബില കഅബയിലേക്ക് മാറ്റണമെന്ന് ഒരു നിർദ്ദേശം കൊടുത്താൽ ആ നിർദ്ദേശത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കാനോ ആർക്ക് അവകാശമല്ല. ഒരു ജൂതനും അവകാശമല്ല എന്ന പ്രഖ്യാപനമാണ് ഈ കഴിഞ്ഞ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞതിലൂടെയും ഈ രണ്ടാമത്തെ ആയത്തിൽ അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കു സമാവാതി വൽ അർളി എന്ന് പറഞ്ഞ ആയത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ പറഞ്ഞത് കാണാം, യുർഷിദു ഇബാദഹു തആല ബിഹാദാ. ഈ ആയത്ത് കൊണ്ട് അല്ലാഹു തആല അവന്റെ അടിമകളെ ഉണർത്തുന്നത് ഇലാ അന്നഹുൽ മുതസർരിഫു ഫീ ഖൽഖിഹി ബിമാ യശാ. തന്റെ പടപ്പുകളിൽ അല്ലാഹു തആല ഉദ്ദേശിക്കും വിധത്തിൽ അല്ല പ്രവർത്തിക്കും. ഫലഹുൽ ഖൽഖു വൽ അംറു. അവനാണ് സൃഷ്ടിപ്പ്, അവനാണ് പടച്ചത്, അവനാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം. ഫഹുവൽ മുതസർരിഫു. അതുകൊണ്ട് തന്നെ അവനാണ് ക്രയവിക്രയങ്ങൾ തീരുമാനിക്കുന്നവൻ, എങ്ങനെയാ നടക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നവൻ. ഫകമാ ഖലഖഹും കമാ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച പോലെയല്ലേ പടപ്പുകളെ പഠിച്ചത്? അല്ലേ, നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണോ അള്ളാഹു തആല നമ്മളെ പഠിച്ചത്? അല്ല, മറിച്ച് അല്ല ഉദ്ദേശിച്ചതുപോലെയാണ് നമ്മൾ അവൻ പഠിച്ചത്. ഇലാന്നഹു പിന്നെ സംഗതി വയസ്അദു മയ്യശാഉ. അവൻ ഉദ്ദേശിക്കുന്നവരവൻ വിജയിയാക്കുന്നു. വയസ്ഖാ മയ്യശാഉ. അല്ല ഉദ്ദേശിക്കുന്നവർ പരാജയപ്പെട്ടു പോകുന്നു. വയസ്ഹു മയ്യശാഉ വയംറുദു മയ്യശാഉ. അല്ല ഉദ്ദേശിക്കുന്നവന് ആരോഗ്യമുണ്ടാകുന്നു, അല്ല ഉദ്ദേശിക്കുന്നവന് രോഗമുണ്ടാകുന്നു. അതേപോലെ തന്നെ അല്ലാഹു തആല യുഹരിമു മാ യശാഉ. അല്ല ഉദ്ദേശിക്കുന്നതിനെ അല്ലാഹു തആല ഹറാമാക്കുന്നു. വയഹല്ലു മാ യശാഉ. അല്ല ഉദ്ദേശിക്കുന്നതിനെ അല്ലാഹു അനുവദിക്കുന്നു. അതേപോലെ യുവഫിഖു മാ യശാഉ. അല്ല ഉദ്ദേശിക്കുന്നവർക്ക് അവൻ തൗഫീഖ് കൊടുക്കുന്നു നല്ല കാര്യങ്ങൾ ചെയ്യാൻ. വയഖ്ദുലു മാ യശാഉ. അല്ല ഉദ്ദേശിക്കുന്ന പലരും തൗഫീഖ് ഇല്ലാതെ പരാജയപ്പെട്ടു പോകുന്നു. അല്ലേ, നമ്മളൊക്കെ ഈ ലോകത്ത് കാണുന്ന എല്ലാ സംഗതികളും ഇങ്ങനെ തന്നെയാണ്. കുറെ മനുഷ്യന്മാർ നന്മയിൽ ഇങ്ങനെ സജീവമായിട്ട് മുഴുകുന്നു, ഹൈറായ സംഗതികൾക്കൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നു, നല്ല കാര്യങ്ങളുടെ ഒക്കെ കൂടെ അവർ നിൽക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ ആ നന്മയുടെ ബെനിഫിറ്റ് അവരുടെ ജീവിതത്തിലേക്ക് കൂടി കൊണ്ടുവന്ന് വിജയശ്രീലാളിതരാകാനുള്ള സൗഭാഗ്യത്തിലേക്ക് ആ ആളുകൾ തെരഞ്ഞെടുക്കപ്പെടുന്നു. അതേസമയത്ത് വേറെ ചിലരെ നമ്മൾ കാണുന്നത് എന്താ, ഹൈറായ സംഗതികൾ എന്തുണ്ടോ അതിനൊക്കെ അള്ളു വെക്കാൻ എന്താ മാർഗം, അതിന് സ്റ്റേ വാങ്ങാൻ എങ്ങനെ പറ്റുക എന്ന് ചിന്തിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നു. ഇതൊക്കെ ദുനിയാവിലുള്ള മനുഷ്യന്മാർ തന്നെയാണ്. അല്ലെ, എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുകയെന്ന് ആലോചിച്ച് നടക്കുന്ന ആളുകൾ, ചില ആളുകൾ തെറ്റിദ്ധാരണ എങ്ങനെ തീർക്കാൻ പറ്റുകയെന്ന് ആലോചിച്ച് നടക്കുന്ന ആൾക്കാർ, ഇതൊക്കെ ഉണ്ട് ലോകത്ത്. മനുഷ്യന്മാരെ കൂട്ടത്തിൽ പലരെയും നമ്മൾ കാണുന്നു. ചിലർ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനായിട്ട് നടക്കുന്നു, വേറെ ചിലർ ആ കുഴപ്പങ്ങൾ തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ ഈ സംഗതികളെല്ലാം ഇവിടെ നടക്കുമ്പോൾ അല്ല ഉദ്ദേശിക്കുന്നവർക്ക് അവൻ തൗഫീഖ് നൽകും, അല്ല ഉദ്ദേശിക്കുന്നവർ പരാജയപ്പെട്ടു പോകും. ഇതൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടൂല. അതേസമയത്ത് നമ്മൾ ചെയ്യുന്നത് ചോദ്യം ചെയ്യാനുള്ള അധികാരം അള്ളാഹുവിനുണ്ട് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വയഖ്തബിറു ഇബാദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നു. അതേപോലെ തന്നെ വതഅതഹും ലിറുസുലിഹി. അള്ളാഹുവിന്റെ ദൂതന്മാർക്ക് അനുസരിക്കുന്നുണ്ടോ എന്നതിനെയും അല്ലാഹു തആല പരിശോധിക്കുന്നു. എന്തുകൊണ്ട്? ബിന്നസ്ഖി, ഒരു നിയമത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട്. അതാണ് അല്ലാഹു തആല ഇങ്ങനെ ഒരു ദുർബലപ്പെടുത്തേണ്ട സംഗതി എന്താ, ആദ്യം തന്നെ ഇത്ര കാലത്തേക്ക് ഇത്, അത് കഴിഞ്ഞിട്ട് മറ്റേന്ന് ഒന്നായിട്ടാണ് ഡിക്ലെയർ ചെയ്തുകൂടായിരുന്നോ? അത് അന്ന് ഡിക്ലെയർ ചെയ്യാതെ പിന്നീട് ഇത് വരുത്തിയത് എന്തിനാ? അള്ളാഹുവിനെയും അവന്റെ പ്രവാചകന്മാരായ അള്ളാഹുവിൽ നിന്ന് നമ്മിലേക്ക് സന്ദേശങ്ങൾ എത്തിച്ചു തരുന്ന മഹത്തുക്കളെയും ആരാണ് ശരിക്കും അനുസരിക്കുന്നത് എന്ന് എന്ത് ചെയ്യാനാണ്, പരിശോധിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ എന്ത് ചെയ്യണത്, നിയമങ്ങൾ മാറ്റിയത്. കണ്ടോ, ഈ നിയമങ്ങൾ മാറ്റുമ്പോ പലരും പെട്ടുപോയില്ലേ?
പലരും അതിന്റെ പേരിൽ എന്താവുകയാണ്, അള്ളാഹുവിനെ ആക്ഷേപിക്കുകയാണ്, ദീനിനെ ആക്ഷേപിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരാകരിക്കുകയാണ്. അപ്പൊ ഒരു മുഅ്മിൻ വിജയിക്കുന്നത് എവിടെയാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു നിങ്ങൾ ഒരു സംഗതി കൊണ്ടുവന്നാൽ ആ കൊണ്ടുവന്ന സംഗതിയെ 100% മാനസികമായി പിന്തുണക്കാൻ അദ്ദേഹത്തിന് തയ്യാറാകണം, അയാൾ അതിന് സന്നദ്ധനാകണം. നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾക്കും വിശ്വാസിയാവാൻ കഴിയില്ല, ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, അവന്റെ താല്പര്യം, അവന്റെ ഇഷ്ടങ്ങൾ, അവന്റെ ചോയ്സുകൾ അത് ഞാൻ കൊണ്ടുവന്നതിനെ പിന്തുണക്കാൻ എപ്പോഴാണോ അവന്റെ മനസ്സ് പാകപ്പെടുന്നത് അപ്പോഴേ ഒരാൾക്ക് വിശ്വാസിയാകാൻ കഴിയുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ പറഞ്ഞതും അതുകൊണ്ടാണ്. ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വമാ കാന ലിൽ മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ വമാ കാന ലിൽ മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിയായ ആണിനും പെണ്ണിനും ഇല്ല, ഇദാ ഖല്ലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം, അല്ലാഹുവും അവന്റെ റസൂലും ഒരു വിഷയം തീരുമാനിച്ചാൽ ആ വിഷയത്തിൽ അവർക്ക് പിന്നെന്തില്ല, അവർക്ക് ചോയ്സ് ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതാരാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് അതിനോട് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്. എന്തിലൂടെ? ഈ നിയമങ്ങൾ ദുർബലപ്പെടുത്തുന്ന വിഷയത്തിലൂടെ. അപ്പൊ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? അവന്റെ പ്രവാചകന്മാരെ കൂടുതൽ അനുസരിക്കുന്നവരാരാണ്, അവരോട് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് ആരാണ് എന്ന് അല്ലാഹു പരിശോധിക്കും. ഫയഅ്മുറു ബിശൈഇ, അപ്പൊ അല്ലാഹു ഒരു കാര്യം ചെയ്യാൻ കൽപ്പിക്കും, ലിമാ ഫീഹി മിനൽ മസ്ലഹത്തി അല്ലത്തി യഅലമുഹാ തആല, അല്ലാഹ് അറിയുന്ന ഒരു ഗുണം അതിലുണ്ടാവും. അത് ചെയ്താൽ ജനങ്ങൾക്ക് എന്തുണ്ടാകും? അതിൽ നന്മ ഉണ്ടാകും. പക്ഷെ ആ നന്മ ആർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല? ജനത്തിന് മനസ്സിലായിക്കൊള്ളുന്നില്ല. മറിച്ച് അതിന്റെ അവസ്ഥയിൽ അതിൽ നന്മ ഉണ്ടെന്ന് ആർക്കറിയാം? അള്ളാഹുവിനറിയാം. ആ നന്മ അല്ലാഹു തആല കൽപ്പിക്കും. സുമ്മ യൻഹാ അൻഹു, പിന്നീട് അതേ നന്മ തന്നെ അല്ലാഹു തആല എന്താക്കും? ചിലപ്പോ വിരോധിക്കും, അതിന് പാടില്ല എന്ന് പറയും. ലിമാ യഅലമുഹു തആല, അതിലും അല്ലാഹു തആല എന്ത് കാണുന്നുണ്ടാവും? ഒരു നന്മ കാണുന്നുണ്ടാകും അല്ലെ? നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിയമത്തെക്കാൾ ആ നിയമത്തെ അല്ലാഹു വേണ്ടെന്ന് വെക്കും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് യുദ്ധം അനുവദിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യകാലത്ത് ഒരു മുസ്ലിമും 10 ശത്രു ഉണ്ടെങ്കിൽ ഒരാൾക്ക് 10 ആള് എന്ന രൂപത്തിൽ ശത്രുക്കൾ ഉണ്ടെങ്കിലും അവർ പൊരുതണം എന്നായിരുന്നു നിയമം. പിന്നീട് അള്ളാഹു എന്ത് പറഞ്ഞു? അല്ലാഹു ഖഫഫ അല്ലാഹു, ഇപ്പൊ അള്ളാഹു തആല ലഘൂകരണം തന്നു. നിങ്ങൾക്ക് ബലഹീനത ഉണ്ടെന്ന് അള്ളാഹു തആല മനസ്സിലാക്കി, എന്നിട്ട് അള്ളാഹു ലഘൂകരണം തന്നു. ഇപ്പോ നിങ്ങളുടെ നേരെ ഇരട്ടിയിലധികം ആളില്ലെങ്കിലാണ് എന്ത് ചെയ്യേണ്ടതുള്ളൂ? നിങ്ങൾ അവരോട്ടുള്ള നേരിട്ടുള്ള മൽപ്പിടുത്തത്തിലേക്ക് പോകേണ്ടതുള്ളൂ എന്ന് അള്ളാഹു തആല മാറ്റം വെച്ചു. അപ്പൊ ഒരു കാര്യം അള്ളാഹു തആല നേരത്തെ പറഞ്ഞത്, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൊരു ചേഞ്ച് വരുത്തുമ്പോൾ ആ ചേഞ്ച് വരുത്തുന്നതിൽ നിങ്ങൾക്കൊരു നന്മ ആര് കാണുന്നുണ്ട്? അള്ളാഹു കാണുന്നുണ്ട്. അപ്പോൾ ഫത്താഅത്തു കുല്ലു താഅതി, എല്ലാ അനുസരണവും ഫിംതിസാലി അംരിഹി, അള്ളാഹിന്റെ കൽപ്പന പിന്തുടരുന്നതിലാണ്. വത്തിബായി റുസുലിഹി, അള്ളാഹുവിന്റെ ദൂതന്മാരെ അനുസരിക്കുന്നതിലുമാണ്. അതേപോലെ ഫി തസ്ദീഖി മാ ഖബറു, അവർ ജനങ്ങളോട് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സമ്മതിച്ചുകൊണ്ട് ആ പ്രവാചകന്മാരെ ദൂതന്മാരെ പിന്തുടരുന്നതിലുമാണ് എല്ലാ അനുസരണവും ഉള്ളത്. വംതിസാലി മാ ഉമിറു, അവരോട് മാ അമറു, ആ പ്രവാചകന്മാര് കൽപ്പിച്ചതെന്തോ അതിന് വഴിപ്പെടുന്നതിലാണ്. വതർക്കി മാൻഹു സജറു, ആ പ്രവാചകന്മാര് വിരോധിച്ചതെന്തോ അതിനെ ഉപേക്ഷിക്കുന്നതിലാണ് ഒരു മനുഷ്യന്റെ അനുസരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥതലം നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഇബ്നു കസീർ പറയുന്നു, വഫീ ഹാദൽ മഖാമി, ഈ പറഞ്ഞ സ്ഥലത്ത് റദ്ദുൻ അലീമുൻ വബയാനുൻ ബലീഗുൻ ലികുഫ്രിൽ യഹൂദി വതസീഫി ശുബ്ഹതിഹിം ലഅനഹുമുല്ലാഹ്. ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു? അതിശക്തമായിട്ടുള്ള വിമർശനം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുകയാണ്. ആരോട്? ജൂതന്മാരുടെ അവിശ്വാസത്തിന്റെ നിലപാടിനോടുള്ള ശക്തമായിട്ടുള്ള വിമർശനം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുകയാണ്. എന്തിൽ? ഫീ ദഅവസ്തിഹാലത്തിൻ നസ്ഖി, ദുർബലപ്പെടുത്താൻ പാടില്ല. ഒരു നിയമം നേരത്തെ വന്നാൽ പിന്നെ അതെന്ത് ചെയ്യാൻ പാടില്ല? ദുർബലപ്പെടുത്താൻ അള്ളാഹ്ക്കു അധികാരമല്ല എന്ന വാദത്തിൽ അവരുടെ 100% അപകടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ് ഈ സംഭവത്തിലൂടെ ചെയ്തിരിക്കുന്നത് എന്ന് ഇബ്നു കസീറും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ശരി, നമ്മൾ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ അവന്റെ അടിമകളിലേക്ക് നൽകുന്നത് ഒരു കാലഘട്ടത്തേക്ക് ഫിറ്റായത് ആ കാലഘട്ടത്തിൽ അല്ലാഹു നൽകും. ഏതുപോലെ ഒരു ചെറിയ കുട്ടിക്ക് ആ കുട്ടിയുടെ ഭക്ഷണക്രമത്തിൽ ഒരു ശിസ്റ്റുണ്ട്. ആ ശിസ്റ്റ് അനുസരിച്ച് ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ അല്ലെ? പ്രസവിച്ച ഉടനെ തന്നെ കുട്ടിക്ക് ബിരിയാണി കൊടുക്കണം, കാരണം വലുതായ തിന്നേണ്ടതാണ്, ഇപ്പൊ തന്നെ പരിശീലനം കിട്ടട്ടെ എന്ന് വെക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ വെക്കൂല. അപ്പൊ ഈ ഉമ്മത്തിന് അവരുടേതായ കാലഘട്ടത്തിന്റെ അവസ്ഥ അനുസരിച്ച്, അതേപോലെ തന്നെ ഈ സമുദായത്തിന്റെ വളർച്ചയുടെ ഓരോ സ്റ്റേജ് അനുസരിച്ച്
അള്ളാഹു തആല നിയമങ്ങൾ മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ആ മാറ്റിക്കൊടുക്കുന്ന നിയമങ്ങളെ ഒരിക്കലും തന്നെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമല്ല, ആർക്കും അവകാശമില്ല. കാരണം അടിമകളുടെ നന്മ എന്തിലാണുള്ളതെന്ന് അറിയാവുന്നവൻ ത്രികാലജ്ഞാനിയായ റബ്ബാണ്, അള്ളാഹു ആണ്. അത് തീരുമാനിക്കാനുള്ള ഫൈനൽ അതോറിറ്റിയും അവൻ തന്നെയാണ്. അതിനെ വഴങ്ങിക്കൊടുക്കുന്നവരാരാണ്, അല്ലാത്തവരാരാണ് എന്ന ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നു വിശ്വാസി, അതിൽ പരാജയപ്പെടുന്നു അവിശ്വാസി. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് തന്നെ നമ്മളും ചിന്തിക്കേണ്ടതുണ്ട്. ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്, അതേപോലെ ഇസ്ലാമിൽ നിന്ന് ഒരു നിയമം നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ശ്രദ്ധയിൽപ്പെട്ട നിയമത്തെ 100% ഉൾക്കൊള്ളുക എന്നതല്ലാതെ അതിനെ നിരാകരിക്കാനോ അങ്ങനെ ഒരു നിയമം ഈ കാലത്ത് പറയാൻ പാടില്ല എന്ന് പറയാനോ, എന്നിട്ട് ജനങ്ങളുടെ കയ്യടി നേടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഓവർ സ്മാർട്ട് കളിക്കുന്ന പരിപാടിക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ ചില ആളുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ, ചില നിയമങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഇസ്ലാമിന്റെ ചില വ്യവസ്ഥകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ട്രെൻഡ് ഈ നിയമം എതിർത്താലാണ് കയ്യടി കിട്ടുക, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് മനസ്സിലാക്കിയ ചിലരൊക്കെ എന്താണ്ട് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഒരു മോശമായ നിലപാട് നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷേ ഒരിക്കലും തന്നെ വിശ്വാസികൾ അങ്ങനെയല്ല. അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടോ, ഉണ്ട് എന്നറിഞ്ഞാൽ ആ നിയമത്തിന്റെ ഒപ്പം നിൽക്കണം. അതിന്റെ ലോജിക്ക് തനിക്ക് പിടികിട്ടിയാലും കൊള്ളാം, പിടികിട്ടിയില്ലെങ്കിലും കൊള്ളാം. അള്ളാഹു പറഞ്ഞു എന്ന നിലക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന നിലക്ക് അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്ന ഒരു സമർപ്പണത്തിന്റെ ശൈലി മാത്രമേ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാവൂ. നിരാകരണത്തിന്റെയോ അല്ലെങ്കിൽ അതിന്റെ വരുമരായികളെ കുറിച്ച് അന്വേഷിച്ച് അതിലെന്തെങ്കിലുമൊക്കെ ഒരു ക്രമപ്രശ്നം ഉന്നയിക്കുന്ന ശൈലിയോ വിശ്വാസിയിൽ നിന്നുണ്ടാകരുത്. കാരണം അവൻ മുസ്ലിം ആകുന്നത് അള്ളാഹുലേക്ക് അവന്റെ സമർപ്പണം പൂർത്തിയാകുമ്പോഴാണ്. അവൻ വിശ്വാസിയാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത് എന്തും അത് സത്യമാണെന്ന് കലവറയില്ലാതെ സമ്മതിക്കാനുള്ള ആ മാനസിക സന്നദ്ധത അവൻ പ്രകടിപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ ശൈലി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ വിധിവിലക്കുകളും ഇസ്ലാമിന്റെ പദ്ധതികളും ഒക്കെ അതിനെ അംഗീകരിക്കാൻ അവർക്ക് സാധിക്കണം. ചിലപ്പോ നമ്മുടെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ആ സംഗതിയുടെ ലോജിക്ക് മനസ്സിലായിക്കൊള്ളുന്നൊന്നുമില്ല. അത് മനസ്സിലായില്ലേ എന്നത് ഇവിടെ വിഷയമല്ല. അള്ളാഹ് അങ്ങനെ പറഞ്ഞോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ മനസ്സ് പാകപ്പെടണം. അവിടെയാണ് ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ അതേപോലെ തന്നെ പൂർവികരായ മഹത്തുക്കളുടെ പവർ നമ്മൾ കാണുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് കിട്ടിയതിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രാവും മേറാജും കഴിഞ്ഞ് പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നലത്തെ രാത്രിയുടെ കുറഞ്ഞ സമയം കൊണ്ട് മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും ഭൂമിയിലൂടെയുള്ള യാത്രയും അത് കഴിഞ്ഞ് സപ്തവാനങ്ങളും കടന്ന് അതിന്റെയും എത്രയോ അകലെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് പോലും പ്രവേശനാനുമതി ലഭ്യമല്ലാത്ത അതിവിശുദ്ധ സന്നിധാനങ്ങളിലേക്കുള്ള സഞ്ചാരം വരെ കഴിഞ്ഞ് രാത്രിയുടെ തന്നെ അല്പസമയം കൊണ്ട് തിരിച്ചു വീട്ടിലെത്തിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അള്ളാന്റെ റസൂലിനെ നിരാകരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് വട്ടാണെന്നും പറയാൻ വേണ്ടി കാതോർത്തിരുന്ന നേരത്തെ തന്നെ അങ്ങനെ പറയുന്ന ശത്രുക്കൾക്ക് ഒരു വല്ലാത്ത പിടിവള്ളി കിട്ടിയ ആശ്വാസത്തിൽ നാട് നീളെ ബഹുമാനപ്പെട്ട നബിതങ്ങളുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഓരോരുത്തരെയും വ്യക്തിപരമായി കണ്ട് നിങ്ങളുടെ പ്രവാചകൻ ഇപ്പൊ പറഞ്ഞത് എന്തായാലും അത് പുളുവാണ്, നിങ്ങൾക്ക് വിശ്വസിച്ചൂടെ എന്ന് പറയാൻ വേണ്ടി അവർ ആദ്യം തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയതാണ് ഖുറൈശി നേതാക്കന്മാർ. അങ്ങനെ ചെന്ന് നമുക്ക് ഒരിക്കലും തന്നെ ഊഹിക്കാൻ സാധിക്കാത്ത ചില സംഗതികൾ നടന്നു എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങൾ പറയണത് എന്ന് ശത്രുക്കൾ പറഞ്ഞപ്പോഴല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് നബി അങ്ങനെ പറഞ്ഞോ? നബി അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോ അവർ വിചാരിച്ചില്ല നമ്മളെ ചൂണ്ടയിൽ കൊത്തി, പിന്നെ പറയാതെ അതുകൊണ്ടല്ലേ ഞങ്ങൾ ഓടിങ് വന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വർത്താനം എന്തായാലും മറുപടി, നബി തങ്ങൾ അതിലും വലുത് പറഞ്ഞാൽ, അതായത് മനസ്സിൽ ഉൾക്കൊള്ളാൻ ഇത്രയും സാധിക്കാത്ത ഒരിക്കലും തന്നെ അത് ഉണ്ടാകാൻ അത് പോസിബിൾ അല്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന സംഗതികൾ പോലും റസൂലുള്ള പറഞ്ഞാൽ ഞാനത് വാസ്തവമാക്കും. കാരണം എന്താ, ആ നബിതങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൽ നിന്ന് വെച്ചാൽ പല സമയത്തും ആവശ്യാനുസരണം റബ്ബിൽ നിന്ന് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ട ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതിലും വലുത് റസൂലുള്ള പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പറഞ്ഞാൽ ഉസദ്ദിഖുഹു, ആ നബിതങ്ങൾ പറയുന്നത് സത്യമാണെന്ന് മാലോകരുടെ മുഖത്ത് നോക്കി ഉറക്കെ പ്രഖ്യാപിക്കാൻ എനിക്കൊരു പ്രയാസമല്ല. അവിടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമർപ്പണം.
ആ സമർപ്പണത്തിന്റെ തോത്, അതിന്റെ പവറ് എത്രത്തോളം കൂടുന്നുവോ ആ കൂടുന്നതിനനുസരിച്ചാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിനും അവന്റെ ഇസ്ലാമിന്റെ ക്വാളിറ്റിക്കും പവർ കൂടുന്നത്. അത് എത്രത്തോളം കുറയുന്നുവോ, സംഗതി ആ റസൂലിനെ പറഞ്ഞതാണെങ്കിലും എങ്ങനെ ഇപ്പൊ ഈ കാലത്തൊക്കെ നമ്മളതാണ് പറയാ അല്ലെ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് ഒരാൾക്കെങ്കിൽ അവന്റെ സമർപ്പണം തീരെ പോരാ, അവൻ ശരിക്കും വീക്കാണ് എന്ന കാര്യത്തിൽ തർക്കമല്ലാതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഖിബിലമാറ്റത്തിന്റെ വിഷയത്തിലും അത്തരം ഒരു ആധ്യാത്മികമായ സന്ദേശമാണ് മാനൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ എന്ന ആയത്തിലും അതിന് തുടർന്നുള്ള അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കു സമാവാതി വൽ അർള് എന്ന ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇതിന്റെ വിശാലമായ അർത്ഥതലം അത് ജീവിതത്തിന്റെ ഓരോ മേഖലയിലും, ഇത് ഖിബിലമാറ്റത്തിന്റെ ഒരു മാറ്ററിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ കൊണ്ടു നടക്കേണ്ടതാണ്. ഒരു വിശ്വാസിയുടെ പവറും അതേപോലെ തന്നെ വിശ്വാസി അല്ലാത്തവന്റെ, ചിലപ്പോ വിശ്വാസിയാണ് വാക്കിൽ പറഞ്ഞു നടക്കുന്ന കപടന്റെ ആ കാപട്യവും തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും വലിയ മേഖലയാണിത്. ഇസ്ലാമിൽ ഒരു സംഗതി ഉണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ ആ സ്ഥിരപ്പെട്ട സംഗതിയെ സർവാത്മന സ്വാഗതം ചെയ്യാനും അതിനെ സ്വീകരിക്കാനുമുള്ള മാനസിക സന്നദ്ധത ഒരാൾക്ക് വരുന്നുണ്ടോ ഇല്ലേ എന്നത് പ്രശ്നമാണ്. ഉണ്ടെങ്കിലേ അവൻ എന്താവുന്നുള്ളൂ, വിശ്വാസത്തിന്റെ ക്വാളിറ്റി അവന്റെ ജീവിതത്തിലേക്കും അവന്റെ മനസ്സിലേക്കും കടന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം എന്നർത്ഥം. പിന്നെ ഇനി 108 ആയത്തിൽ അല്ലാഹു തആല അം തുരീദൂന അൻ തസ്അലു റസൂലക്കും കമാ സുഇല മൂസ മിൻ ഖബൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ ജനങ്ങളെ അൻ തസ്അലു റസൂലക്കും, നിങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ ചോദിക്കാൻ, കമാ സുഇല മൂസ മിൻ ഖബൽ, മൂസാ നബി അലൈഹി ഇസ്ലാം മുമ്പ് ചോദിക്കപ്പെട്ടതുപോലെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുവോ? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറേബ്യൻ മുശ്രിക്കുകളുടെ ഒരു നിഷേധാത്മകമായ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ്. ഇസ്രയേലികളുടെ പിന്നെ ഒരവസ്ഥ, ആ അവസ്ഥയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിരാകരിക്കുകയാണ്. വമൻ യതബദ്ദലിൽ കുഫ്റ ബിൽ ഈമാനി, വിശ്വാസത്തിന് പകരം അവിശ്വാസത്തെ ആരെങ്കിലും പകരമാക്കിയാൽ ഫഖദ് ളല്ല സവാഅ സബീൽ, അവൻ നേർമാർഗത്തിൽ നിന്ന് നിശ്ചയം തെറ്റിയിരിക്കുന്നു. വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പവർഫുൾ ആയ ഒരു സാധനമാണ്. അതിന് പകരം അവിശ്വാസം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിന്റെ പക്ഷത്തേക്ക് പോയവൻ നേർമാർഗത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോയിരിക്കുന്നു എന്നാണ് ഇവിടെ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. അം തുരീദൂന അൻ തസ്അലു റസൂലക്കും, നിങ്ങളുടെ പ്രവാചകനോട് നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുവോ എന്നത്, ഈ സംബോധന ആരോടാണ് എന്ന വിഷയത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിവിധ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഇഖ്തലഫു ഫിൽ മുഖാതബി ബിഹി അലാ വുജൂഹിൻ, അം തുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ എന്ന ചോദ്യമാണ് നിങ്ങൾ എന്ന സംബോധന ആരോടാണ് എന്ന വിഷയത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ വിവിധ അഭിപ്രായമുണ്ട്. ഒന്ന് അന്നഹുമുൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങളോട് തന്നെയാണ് ആ ചോദ്യം എന്നതാണ് പിന്നെ ചില അബൂ മുസ്ലിമിനെ പോലത്തെ പിന്നെ വ്യാഖ്യാതാക്കളുടെ, ജുബായിയെ പോലത്തെ വ്യാഖ്യാതാക്കളുടെ ഒക്കെ അഭിപ്രായം. അത് അത്ര പ്രബലമായിട്ടുള്ള സംഗതി അല്ല. അതേസമയത്ത് രണ്ടാമത്തെ അഭിപ്രായം അന്നഹു ഖിതാബുൽ അഹ്ലി മക്ക, മക്കക്കാരോടുള്ള പിന്നെ സംബോധനയാണത്. വഹുവ ഖൗലു ഇബ്നു അബ്ബാസിൻ മുജാഹിദീൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും മുജാഹിദ് റളിയല്ലാഹു അൻഹു, തല്ലിപ്പൊളി മുജാഹിദ് അല്ല, മുജാഹിദ് റളിയല്ലാഹു അൻഹു ഒരു ഇമാമുണ്ട്, ഒരു ഖുർആൻ വ്യാഖ്യാതാവ് മുഫസ്സിർ. ആ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെയും അഭിപ്രായം അതാണ്, മക്കക്കാരോടുള്ള ചോദ്യമാണത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞു, ഇന്ന അബ്ദുല്ലാഹ് ബിൻ ഉമയ്യ അൽ മഖ്സൂമി, അബ്ദുല്ലാഹ് ബിൻ ഉമയ്യത്ത് എന്ന് പറയുന്ന ആള് അത്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുത്തേക്ക് അയാൾ വന്നു, ഫി റഹ്തിൻ മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽ നിന്നുള്ള ഒരു കൂട്ടം ആൾക്കാരോടൊപ്പം, ഒരു സംഘം ആൾക്കാരെയും കൂട്ടിയിട്ട്. ഫഖാൽ, എന്നിട്ട് അയാൾ പറഞ്ഞു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ മുഹമ്മദ് നബിയെ, വല്ലാഹി മാ ഊമിനു ബിക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുആ, ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കില്ല ഏതുവരെ, ഭൂമിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നദികൾ ഇങ്ങോട്ട് ഒഴുക്കണം. ഔ തകൂനലക ജന്നത്തും മിൻ നഖീലിൻ വ ഇനബിൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈത്തപ്പനയുടെയും അതേപോലെ മുന്തിരിയുടെ ഒക്കെ തോട്ടങ്ങൾ ഉണ്ടാകണം. ഔ യകൂനലക ബൈത്തും മിൻ സുഖ്റുഫിൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ വീടുകൾ ഉണ്ടാകണം. ഔ തർക്കാ ഫിസ്സമായി, അല്ലെങ്കിൽ നിങ്ങൾ ആകാശത്തേക്കാണ്ട് കേറിപ്പോണം. എന്നിട്ടോ വലൻ റുഖിയിക്ക ബൈദാലിക്ക, കേറിപ്പോയ ഞങ്ങളെ മുന്നിൽ പോയാൽ മാത്രം പോരാ, നിങ്ങൾ ആകാശത്തേക്ക് കേറിപ്പോയി എന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. എപ്പോഴല്ലാതെ ഹത്താ തുനസ്സില അലൈന കിതാബൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഒരു ഗ്രന്ഥങ്ങളും കൊണ്ടുവരണം, ഒരു കിതാബുകൾ കൊണ്ടുവരണം. ആരിലേക്കുള്ള കിതാബ്? ഇല അബ്ദുല്ലാഹി ബിൻ ഉമയ്യ,
അബ്ദുല്ലാഹിബിൻ ഉമയ്യ എന്ന് പറഞ്ഞ എന്റെ അഡ്രസ് വെച്ചിട്ട് ഒരു കിതാബ് നിങ്ങൾ കൊണ്ടുവരണം പടച്ചോന്റെ അടുത്തുനിന്ന്. എന്താണ് അതിൽ ഉണ്ടാകേണ്ടത്? ആ കിതാബിൽ ഉണ്ടാകേണ്ടത് അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി ഫത്തബിഊഹു, മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണ്, അതുകൊണ്ട് മൂപ്പരെ ഫോളോ ചെയ്യണം എന്ന് ആ കിതാബിൽ ഉണ്ടാകണം. കിതാബ് ആരെ അഡ്രസ്സിൽ തന്നെ വരണം, ടു അബ്ദുല്ലാഹിബിൻ ഉമയ്യ എന്ന് പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യണം, അത് വരും വേണം. വഖാല ലഹു ബഖിയത്തുർ റഹ്തി, ഇയാളിങ്ങനെ പുടുത്തം വിട്ട അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോ സംഘത്തിലുള്ള ബാക്കിയുള്ള ആളുകൾ പറഞ്ഞു, ഫൈലം തസ്തത്തെ ദാലിക, ഇനി ഈ പറഞ്ഞതിനൊന്നും നിനക്ക് കഴിയില്ലെങ്കിൽ, റസൂലുള്ളാഹിനോട് പറയാൻ, ഈ പറഞ്ഞതിനൊന്നും അങ്ങേക്ക് കഴിയില്ലെങ്കിൽ ഫഅ്തിനാ ബി കിതാബിൻ മിൻ ഇൻദില്ലാഹി ജുംലത്തൻ വാഹിദ, അള്ളാഹുവിൽ നിന്ന് ഒറ്റയടിക്കൊരു കിതാബുകൾ കൊണ്ടുവരണം. എങ്ങനത്തെ ഒറ്റ കിതാബ്? ഫീഹിൽ ഹലാലു വൽ ഹറാമു വൽ ഹുദൂദ് വൽ ഫറായിദു, അതിൽ ഹലാലും ഹറാമും ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ വിധിവിലക്കുകൾ ഉണ്ടാകും, പിന്നെ നിയമങ്ങൾ ഉണ്ടാകും. കമാ ജാ മൂസ ഇലാ ഖൗമിഹി പിന്നെ ബിൽ അൽവാഹി മിൻ ഇൻദില്ലാഹി ഫീഹാ കുല്ലു ദാലിക, ഈ സംഗതികളൊക്കെ ഉണ്ടായിട്ട് മൂസാ നബി തൗറാത്ത് പറഞ്ഞത് അള്ളാഹിന്റെ അടുത്ത് ഒറ്റയടിക്ക് കൊടുന്നില്ലേ, അതേപോലെ ഒറ്റയടിക്ക് ഒരു കിതാബ് കൊണ്ടുവരണം. എന്നാ ഫനൂമിനു ബിക ഇൻദ ദാലിക, ആ സമയത്ത് നിങ്ങൾ നമ്മൾ വിശ്വസിക്കാം എന്നെന്ത് ചെയ്തു? പിന്നെ ഇവര് പറഞ്ഞപ്പോ ഫഅൻസല അല്ലാഹു തആല, അതിന് മറുപടി ആയിട്ട് അല്ലാഹു തആല ഇറക്കിയതാണ് എന്ത്? അം തുരീദൂന, അല്ലയോ മക്കക്കാരെ നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ, അൻ തസ്അലു റസൂലക്കും മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങളോട് ചോദിക്കാൻ ആവശ്യപ്പെടാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ? എന്ത്? അയ്യത്തിയക്കുമുൽ ആയാത്ത്, നിങ്ങൾക്ക് ആ പ്രവാചകൻ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നു തരാൻ, മിൻ ഇൻദില്ലാ, അള്ളാഹുവിൽ നിന്ന് ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നു തരാൻ നിങ്ങൾ ആവശ്യപ്പെടുകയാണോ? കമാ സഅല സബ്ഊന, 70 ആളുകൾ ആവശ്യപ്പെട്ടതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട്. അതായത് ഫഖാലു, ആ 70 ആളുകൾ പറഞ്ഞത് എന്താ? അരിനല്ലാഹ ജഹറ, പടച്ചോനെ ഞങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരണം, എന്നാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. അതായത് ആ തൗറാത്ത്, പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം തൗറാത്തായിട്ട് വന്നപ്പോഴേക്ക് ഇസ്രയേലികൾ എന്ത് ചെയ്തു? സാമിരി പറഞ്ഞ മൗലവിയുടെ വലയിൽ കുടുങ്ങി അവര് വേറൊരു തെരീക്കത്ത് സ്വീകരിച്ചു. ആ തെരീക്കത്തുമായിട്ട് അവര് പിന്നെന്ത് പശു തെരീക്കത്തുമായിട്ട് അവര് മുന്നോട്ട് പോകുമ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം ആ തൗറാത്തൊക്കെ അവിടെ ദേഷ്യം പിടിച്ചിട്ട് എന്ത് ചെയ്തു? നിലത്തേക്കാണ്ട് വെച്ചു. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിന്റെ പശ്ചാത്താപമായിട്ട് ബന്ധപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കൂട്ടത്തിന്ന് ഒരു 70 VIP തെരഞ്ഞെടുത്ത് അവരുമായിട്ട് പോയി അള്ളാഹുവിനോട് ക്ഷമാപണം പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്. ഈ പശുക്കുട്ടിനെ ആരാധിച്ചു എന്നുള്ള അബദ്ധം, അതിനുള്ള തൗബക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർദ്ദേശം കൊടുത്തതാ. അങ്ങനെ നോമ്പൊക്കെ നോറ്റ് ഈ 70 ആളായിട്ട് അൽബക്കറിന്റെ തുടക്കത്തിൽ നമ്മൾ അതിന്റെ ആ കഥകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോണില്ല. അപ്പൊ ആ ചരിത്രങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തതാണ്? ആ 70 ആളെ കൊണ്ടുപോയി. ഈ ആ കൂട്ടത്തിൽ നിന്നുള്ള ഇസ്രയേലികൾ എന്നുള്ള 70 ആൾക്കാർ പറഞ്ഞാൽ നല്ല കേമന്മാരായിട്ടുള്ള ലീഡേഴ്സാണ്. ആ ലീഡേഴ്സിനായിട്ട് പോയിട്ട് അള്ളാഹുമായിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം സംസാരിക്കുന്നത് കേട്ടപ്പോ ഇവര് പറഞ്ഞു എന്ത്? ഞങ്ങൾ അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പരസ്യമായിട്ട് അള്ളാഹിനെ കാണിച്ചു തരണം, എന്നാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് വാസ്തവത്തിൽ വല്ലാത്തൊരു പിന്നെ പരിധി വിട്ട ആവശ്യമല്ലേ ആ ആവശ്യം ഉന്നയിക്കൽ. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് നിർദ്ദേശിച്ച് പർവ്വതത്തെ അവരുടെ മേലങ്ങോട്ട് പിടിച്ചിട്ട് ഇപ്പൊ അത് മേലിട്ടിട്ട് എന്താക്കും? നിങ്ങളെ നശിപ്പിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? അവര് വീണ്ടും റൂട്ടിൽ വരാൻ തയ്യാറായത്. അപ്പൊ ആ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹ് ചോദിക്കുന്നത്, അന്ന് ഇസ്രയേലികൾ അങ്ങനെ വിവരക്കേട് അവരുടെ മൂസാ അലൈഹി ഇസ്ലാം എന്ന പ്രവാചകനോട് ചോദിച്ചതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇவ்விധത്തിലുള്ള വിവരക്കേട് ചോദിക്കുകയാണോ നിങ്ങൾ? അങ്ങനത്തെ വിവരക്കേടുകൾ നിങ്ങൾ ചോദിക്കരുത് എന്നർത്ഥം. ഇനി വേറെ ചില റിപ്പോർട്ടിലുണ്ട്, അന്ന ഖുറൈശികൾ സഅലത്ത് മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് അവർ ആവശ്യപ്പെട്ടു, അയ്യജലഹുമു സഫാ ദഹബൻ വഫില്ലാ, സഫാ പർവ്വതത്തെ സ്വർണവും വെള്ളിയും ഒക്കെ ആക്കി മാറ്റി കൊടുക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഫഖാല, നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, നഅം ഹുവ ലക്കും, അത് നിങ്ങൾക്ക് സ്വർണവും വെള്ളി ആക്കി തരാം. കൽമായുധത്തിൽ ബനി ഇസ്രായേല, ഇസ്രായേലികൾക്ക് ഈസാ അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തിന്റെ സുപ്ര ഇറക്കി കൊടുത്ത മാതിരി നിങ്ങൾക്ക് അത് എന്താക്കി തരാം? നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ സ്വർണവും വെള്ളിയൊക്കെ ആക്കി തരാം. പക്ഷെ നിങ്ങൾ എന്താക്കണം? വിശ്വസിക്കണം. വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ അതിശക്തമായ പടച്ചോന്റെ ശിക്ഷ വരും എന്ന് പറഞ്ഞപ്പോൾ സംവാദത്തിൽ നിന്ന് വെല്ലുവിളിച്ച് ആൾക്കാർ മാറിപ്പോണ മാതിരി ഫാബൗ, അവരെന്ത് ചെയ്തു? അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു. റജഉ, അവർ റസൂലുള്ളാഹിൽ നിന്ന് മടങ്ങിപ്പോരുകയും ചെയ്തു. അപ്പൊ അങ്ങനത്തെ പല സംഭവങ്ങളും അവരെന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യപ്പെട്ടത് പലതും എന്തായിരുന്നു? അതിര് കവിഞ്ഞ ആവശ്യങ്ങളായിരുന്നു. അതൊക്കെ വാസ്തവത്തിൽ ധിക്കാരത്തിന്റെ വല്ലാത്തൊരു ശൈലിയാണ്, വലിയ ധിക്കാരത്തിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന
ആൾക്കാരോട് ബഹുമാനപ്പെട്ട ഖുർആൻ അതാ ചോദിക്കാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് മുമ്പേ ഈ ശത്രുക്കൾ ചോദിച്ചതുപോലെ, ഇസ്രയേലികൾ ചോദിച്ചതുപോലെ നിങ്ങൾ ചോദിക്കുകയാണോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ രണ്ടാമത്തെ അഭിപ്രായം അനുസരിച്ച്. ഇനി മൂന്നാമത്തെ അഭിപ്രായം, ഈ സംബോധന ആരോട് തന്നെയാണ്? അൽ മുറാദു അൽ യഹൂദു, ജൂതന്മാരോട് തന്നെയാണ് ഈ സംബോധന. മനസ്സിലായില്ലേ? പണ്ട് നിങ്ങളെ മുൻഗാമികൾ മൂസാ നബിനോട് ചെയ്ത അതേ വിവരക്കേട് ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിങ്ങളോട് നിങ്ങൾ ചെയ്യാണോ എന്നാണ്. അപ്പൊ എന്തർത്ഥം? ആയത്തിന്റെ അർത്ഥം അൽ മുറാദു അൽ യഹൂദു, മൂന്നാമത്തെ അഭിപ്രായം ജൂതന്മാരോട് തന്നെയാണ് ഈ സംബോധന. വഹാദൽ ഖൗലു അസഹു, ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു ഈ അഭിപ്രായമാണ് കൂടുതൽ പ്രബലമായത്. കാരണം എന്താ? ലഅന്ന ഹാദിഹി സൂറത്തു മിൻ അവ്വലി ഖൗലിഹി യാ ബനി ഇസ്രായീൽ ഉദ്കുറു നിഅമതി, സൂറത്തുൽ ബഖറയുടെ 40-ാമത്തെ ആയത്ത്, യാ ബനി ഇസ്രായീൽ ഉദ്കുറു നിഅമതി അല്ലത്തി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം എന്ന് പറയുന്ന ആ ആയത്ത് മുതൽ ഇങ്ങോട്ട് ഇതുവരെയും ഹിക്കായത്തുൻ അൻഹും, ജൂതന്മാരെ പറ്റിയുള്ള സംഗതികളാണ് അല്ലാഹു തആല വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മഹാജത്തും മാഹും, അവരോടൊപ്പമുള്ള ഒരു തർക്കവും അവര് ചെയ്തിട്ടുള്ള ചില സംഗതികളുടെ നിഷേധാത്മകമായ നിലപാടുകളുടെ വരുംവരായികളെ പരിശോധിക്കുകയും ഒക്കെയാണ് അല്ലാഹു തആല ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, വലിയ അന്നൽ ആയത്ത് മദനിയത്തുൻ, ഈ ആയത്ത് ഹിജറക്ക് ശേഷം അവതരിച്ച, സൂറത്തുൽ ബഖറ മദനിയാണ്, അഥവാ ഹിജറക്ക് ശേഷം അവതരിച്ചിട്ടുള്ളതാണ്. വലിയ അന്നഹു ജറാ ദിക്റുൽ യഹൂദി, ജൂതന്മാരെ പറ്റി നേരത്തെ അവിടെ പരാമർശം കഴിഞ്ഞുപോയി. അതേസമയത്ത് ഒമാ ജറാ ദിക്റു ഗൈരിഹിം, മറ്റുള്ള അറേബ്യൻ മുശ്രിക്കുകളെ പറ്റി എന്തില്ല ഇവിടെ പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല. വലിയ അന്നൽ മൂമിന ബിർ റസൂലി എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് വിശ്വസിച്ച ഒരാള് അയാൾ ഒരിക്കലും തന്നെ എന്താവൂല, ഈ നിലക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കൂല. അപ്പൊ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇത് ആരെ പറ്റിയാ? ജൂതന്മാരെ പറ്റി തന്നെയാണെന്ന് പറയലാണ് എന്ത് അതിന്റെ വശം. ഇവിടെ വാസ്തവത്തിൽ അങ്ങനെ നമ്മൾ വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോ ആ അഭിപ്രായങ്ങൾക്കെല്ലാം സാധ്യതയുണ്ടായാൽ അഭിപ്രായങ്ങളൊക്കെ വൈവിധ്യമാണ്, വൈരുദ്ധ്യമല്ല എന്ന് വെച്ചാൽ ഈ സമീപനം ഇവരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നിഷേധികളായിട്ടുള്ള ആളുകൾ സ്വീകരിച്ച ആ സമീപനങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കുന്നു? ഇവിടെ നിരാകരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, യഅലം അന്ന സുആലല്ലദീ ദക്കറൂഹു, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചത്, ഇൻകാന ദാലിക തലബല്ലിൽ മുഅ്ജിസാത്തി, അതൊരു അമാനുഷിക സിദ്ധി, പ്രവാചകത്വത്തിന്റെ സത്യസന്ധത സ്ഥിരീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണെങ്കിൽ, മനസ്സിലായില്ലേ, ആ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണെങ്കിൽ ഫമിൻ അയിന അന്നഹു കുഫുറുൻ, അതെങ്ങനെ കുഫറാകുക? അതെങ്ങനെ അവിശ്വാസാകുക? കുഫറിനെ തെരഞ്ഞെടുത്തു എന്നല്ലേ പറഞ്ഞ ഈമാനിന് പകരം? അതെങ്ങനെ അവിശ്വാസാവും? വമഅലൂമുൻ അന്ന തലബ ദലീലി അല ശൈഇൻ ലാ യകൂനു കുഫറൻ, ഒരു വിഷയത്തിന് തെളിവ് ചോദിക്കുന്നത് അവിശ്വാസാവുമോ? ഒരു സംഗതി, ഒരു തർക്കം വരുമ്പോ അല്ലെങ്കിൽ ഒരു വിഷയം പറയുമ്പോ അതിനെന്താ തെളിവ് എന്ന് ചോദിച്ചാൽ അവിശ്വാസാവുമോ എന്നിവിടെ വൈകാര താലിക തലബല്ലി വജിഹിൽ ഹിക്മത്തിൽ മുഫസ്സലത്തി ഫീ നസ്ഖിൽ അഹ്കാമി ഫഹാദ അയ്ളൻ ലാ യകൂനു കുഫറൻ. ഇനി ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ഇതുമായി ബന്ധപ്പെടുത്തി, അത് വിധികളെ ദുർബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട സംഗതികളുടെ അതിന്റെ ഗുട്ടൻസ് എന്താണ്, അതിന്റെ ലോജിക്ക് എന്താണെന്ന് അന്വേഷിച്ചതാണെങ്കിൽ അതും ഒരിക്കലും എന്താവൂല, കുഫറാവൂലല്ലോ. കാരണം എന്താ? ഫൈനൽ മലായികത്ത തലബുൽ ഹിക്മത്ത തഫ്സീലിയത്ത ഫീ ഖൽഖിൽ ബശർ, മനുഷ്യനെ പടക്കണമായിട്ട് ബന്ധപ്പെടുത്തി എന്തിനാ പടച്ചോനെ ആ പണിക്ക് നിൽക്കണെന്ന് മലക്കൾ ചോദിച്ചിട്ടില്ലേ പണ്ട്? അത് കുഫറായിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇതെങ്ങനെയാണ് കുഫറാവുക എന്നൊരു ചോദ്യം ഇവിടെ എന്തുണ്ട്, പലരും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുള്ള ഉത്തരം എന്താ? അതിനുള്ള ഉത്തരം, ഇവർ ഈ ചോദിക്കുന്നത് ഒരിക്കലും തന്നെ എന്തല്ല, അറിയാൻ വേണ്ടിയുള്ള ഒരു ആവശ്യപ്പെടലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു സംഗതിയെ അതിന്റെ സത്യാവസ്ഥ ഒന്നൊന്നും മനസ്സിൽ ഇഷ്ടപ്പെട്ട് സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ആവശ്യപ്പെടലല്ല, മറിച്ച് അവരാ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണ്? അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിധി വിട്ട ചോദ്യങ്ങൾ ചോദിച്ചതാണ്. ഒന്ന്, അള്ളാഹുവിന് പുറമെ ദൈവങ്ങളെ ആവശ്യപ്പെടണമെന്ന് പണ്ട് ജൂതന്മാർ ചോദിച്ച മാതിരത്തെ ചോദ്യങ്ങള്. അതേപോലെ വൈങ്കാനു മുഅ്ജിസത്ത് ചോദിച്ചതാണെങ്കിൽ തന്നെ, ഇപ്പോ ഒരു ഭൂമിന്ന് എന്ത് ചെയ്യണം, ഇവിടുന്ന് ഒരു ഉറവ് പൊട്ടി ഒഴുകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സംഗതി ഉണ്ടാകണം, എന്നുള്ള സംഗതികൾ. ലൈവ് ഇതാ വരാനായി കൊണ്ടിരിക്കുകയാണ്, ക്യാമറ ഒക്കെ ശരിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത സമയത്തിന് ലൈവ് എത്തും. ഷമീം മാവൂര് മൈക്കിന് വേണ്ടി കൈവക്കിയാൽ ഉടൻ ഇൻഷാ അല്ലാഹ് ലൈവ് ആരംഭിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ലൈവ് അടുത്ത സമയത്ത് തന്നെ എത്താൻ പോവുകയാണ്. അബ്ദുൽ വഹാബ് സഖാഫി മമ്പാടിന്റെ ആ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് അടുത്ത സമയത്ത് നമ്മിലേക്ക് എത്തും. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ക്യാമൊക്കെ റെഡിയാക്കാണ്, മനസ്സിലായില്ലേ? അതെ, അപ്പൊ ക്യാമൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചൊക്കെ റെഡി ആയിട്ടിരിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും ശരി, ഇവിടെ
ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്, ഇവര് മുഅ്ജിസത്താണ് ചോദിച്ചത് എന്ന് വന്നാലും അവര് രക്ഷപ്പെടൂല. എന്താ കാരണം? ഫൈൻകാനു തലബുൽ മുഅ്ജിസാത്തി, മുഅ്ജിസത്തുകൾ അമാനുഷിക സിദ്ധികൾ പ്രകടിപ്പിക്കാനാണ് അവർ ആവശ്യപ്പെട്ടതെങ്കിൽ ഫൈന്നഹും കാനു യത്ലുബൂനഹ, അതവർ ആവശ്യപ്പെട്ടത് അറിയാൻ വേണ്ടിയല്ല, മറിച്ച് അലാ സബീലി തഅന്നുതി, അത് ഒരു തരം മാത്സര്യ ബുദ്ധിയോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. ചോദ്യം പല സൈസും ഉണ്ട്, മനസ്സിലായില്ലേ? ഒരു ചോദ്യം ഒരാൾ ചോദിക്കുന്നത് അറിയാൻ വേണ്ടി ചോദിക്കുന്ന ആളുണ്ട്, വെറുതെ ആക്കാൻ വേണ്ടി ചോദിക്കുന്ന ആളുണ്ട്. അതേപോലെ തന്നെ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല സ്വീകരിക്കൂല എന്ന് വാശി പിടിച്ച് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ചോദിക്കണവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഫലിഹാദ, ഇതുകൊണ്ടാണ് കഫറു, അവരെന്തായത്? അവിശ്വാസികളായത്. ഈ ചോദ്യം കാരണത്താൽ അവർ അവിശ്വാസികളായത്. കാരണം എന്താ? നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മറുപടി സ്വീകരിക്കാനല്ല, മറിച്ച് എന്ത് മറുപടി പറഞ്ഞാലും ശരി അത് ഞാൻ നിരാകരിക്കുമെന്ന് ഉറപ്പിച്ചിട്ട് വന്നിട്ടുള്ള മത്സര്യത്തിന്റെ ചോദ്യമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇതിന്റെ പേരിൽ ആക്ഷേപിച്ചിട്ടുള്ളത് എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നത്. പിന്നെ ഇനി ഇവിടെ ഒരു കാര്യം കൂടെ, എന്താണ്? അദക്കറു ഫിത്തിസാലി ഹാദിഹിൽ ആയത്ത് ബിമാ ഖബലഹ, ഈ ആയത്ത് ഇതിന്റെ മുമ്പത്തെ ആയത്തുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇതിന് മുമ്പ് പറഞ്ഞ ആയത്തുമായിട്ട്, അതായത് പിന്നെ ഖിബില മാറ്റമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ വിഷയത്തിൽ അല്ലാഹു തആല ഒരു നിയമത്തെ ദുർബലപ്പെടുത്തുക അല്ലാതിരിക്കുക എന്ന് പറയണ ആ ഒരു സംഗതിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട ഈ ആയത്തും അതും തമ്മിൽ, അതായത് നിങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ജൂതന്മാര് ചോദിച്ചതുപോലെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണോ എന്ന് ചോദിച്ചാ ആ ചോദ്യമായിട്ട് ബന്ധപ്പെടുത്തി ഈ ആയത്തും മുമ്പത്തെ ആയത്തും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതിൽ പണ്ഡിതന്മാർ പറഞ്ഞു പോലെ അഭിപ്രായം. ഒന്ന്, അന്നഹു തആല ലമ്മ ഹക്കമ ബി ജവാസി നസ്ഖി ഫി ശറഈ, ശറഈന്റെ നിയമത്തിൽ ദുർബലപ്പെടുത്തൽ അനുവദനീയമാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഫലഅല്ലഹും കാനു യുതാലിബൂനഹു ബി തഫാസീലി ദാലിക്കൽ ഹുക്മി, അങ്ങനെ വരുമ്പോ ആ വിധിയുടെ വിശദീകരണം അവര് നബിതങ്ങളോട് ആവശ്യപ്പെട്ട് കാണും. ഫമനഅഹുമുല്ലാഹു തആല അൻഹാ, അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിന്റെ ഗുട്ടൻസ് എന്താണ്, അതിന്റെ ലോജിക്ക് എന്താണ്, അതിന്റെ ഹിക്മത്ത് എന്താ, നിങ്ങൾ ആരോട് ചോദിക്കരുത്, റസൂലുള്ളാഹിനോട് ചോദിക്കരുത് എന്ന് അല്ലാഹു തആല വിലക്കിയോ. ബയ്യന അന്നഹും ലൈസ ലഹും അൻ യസ്തഗ്ലു ബി ഹാദിഹിൽ അസ്ഇല, ഇങ്ങനത്തെ ചോദ്യങ്ങളായിട്ടൊന്നും ജോലിയാകേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഏതുപോലെ കമാ അന്നഹു മാ കാന ലി ഖൗമി മൂസ, മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജനതക്ക് ഉണ്ടായിരുന്നില്ല അയ്യദ്കുറു അസ്ഇലതഹും അൽ ഫാസിദ, അവരുടെ തെറ്റായ കുറെ ചോദ്യങ്ങള് അത് അവർ അക്കാലത്ത് മൂസാ നബിയോട് ചോദിച്ചത് പാടില്ലാത്തതായിരുന്നു. അതേപോലെ പാടില്ലാത്ത ചോദ്യങ്ങൾ ആരും ചോദിക്കണ്ട, നിങ്ങളും ചോദിക്കണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കാണ്, ഉണർത്തുകയാണ്. അതാണ് അതിന്റെ പിന്നെ തമ്മിലുള്ള യോജിപ്പ്. മറ്റൊരു അഭിപ്രായം, ലമ്മാ തഖദ്ദമ മിനൽ അവാമിരി വൻ നവാഹി, നേരത്തെ കുറെ കൽപ്പനകളും വിരോധങ്ങളും വന്നപ്പോ കാലലഹും അവരോട് പറയാണ്, ഇല്ലം തഖബലു മാ അമർത്തുക്കും ബിഹി, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ, വതമറത്തും അനി തആതി, അതിനെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിന്നെ പിന്തിരിഞ്ഞു പോകുന്ന സമീപനം സ്വീകരിച്ചാൽ, കുന്തും കമൻ സഅല മൂസ, മൂസാ നബിയോട് ചോദിച്ച ആൾക്കാരെ പോലെ ആവും നിങ്ങള്. മാ ലൈസ ലഹു യസ്അലഹു, മൂസാ നബിയോട് ചോദിക്കാൻ പറ്റാത്ത ഇസ്രായേലികൾ പണ്ട് ചോദിച്ചിട്ടുണ്ട്, അതേപോലത്തെ ഒരു അവസ്ഥയാവും നിങ്ങള് എന്ന ഒരു ബന്ധമുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. മറ്റൊന്ന്, ലമ്മ അമറവനഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കാര്യങ്ങളും കൽപ്പിക്കുകയും വിരോധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കാല, അല്ലെങ്കിൽ അല്ലാഹു തആല കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്തപ്പോൾ കാല, അല്ലാഹു പറയാണ്, തഫ്അലൂന മാ അമർത്തും, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ ചെയ്യോ? അം തഫ്അലൂന, അതോ നിങ്ങൾ പ്രവർത്തിക്കുമോ കമാ ഫഅല മൻ ഖബലക്കും മിൻ ഖൗമി മൂസ, മൂസാ നബി അലൈഹി സ്വലാമിന്റെ ജനതയിൽ നിന്ന് മുമ്പുള്ളവർ ചെയ്തമാതിരി നിങ്ങളും ചെയ്യോ? അതായത് അവരെന്താ ചെയ്ത്, നിങ്ങൾ എന്തുവേണേലും പറഞ്ഞോളൂ, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യൂല, അത് അനുസരിക്കൂല. സമീഅനാ വഅസൈനാ അറിഞ്ഞില്ലേ, ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തുവേണേലും പറഞ്ഞോളൂ, പക്ഷെ അതൊന്നും ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് അവര് പറഞ്ഞ മാതിരി നിങ്ങൾ ചെയ്യോ എന്നൊരു ആശയം ഇവിടെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുന്നതൊക്കെ നിങ്ങൾ സ്വീകരിക്കോ ഇല്ലേ എന്ന ആ ചോദ്യത്തിന് മുമ്പ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ എതിർത്തിട്ടുള്ള ആളുകൾ സ്വീകരിച്ച അതേപോലെ നിഷേധാത്മകമായ നിലപാടുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകില്ലേ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം അങ്ങനെ നിങ്ങൾ പോകരുത്, അങ്ങനെ പോണത് തെറ്റാണ് എന്ന് ഉണർത്തുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, അങ്ങനെ ആരെങ്കിലും പോയാൽ ഫഖദ് ളല്ല സവാഅ സബീൽ, അവൻ ശരിയായ മാർഗം തെറ്റിപ്പോയി. സവാഉ സബീൽ ചാൽ ഒരു വഴിയുടെ മധ്യഭാഗം എന്നാണ് അതിന്റെ ഉദ്ദേശം, അതിന്റെ വാക്കിന്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയായ റൂട്ടും അതേപോലെ തന്നെ വഴി തെറ്റിപ്പോകുന്ന വഴികളും വളഞ്ഞ വഴികളും
നേരെയുള്ള വഴിയിലൂടെ പോവുക എന്നതിൽ നിന്ന് എന്താകും? അവർ മാറിയിട്ട് അവർ വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാകും. അതൊരിക്കലും തന്നെ ആരിൽ ഉണ്ടാകാൻ പാടില്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ഉണ്ടാകാൻ പാടില്ല എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടത്തുന്നത് എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുമാറ്റച്ചട്ടത്തിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു ഈ ആയത്തിൽ എന്ന് നമ്മൾ കാണണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ അല്ലാഹുവും അവന്റെ റസൂലും ഒരു വിഷയം തീരുമാനിച്ചാൽ ആ തീരുമാനിച്ച വിഷയത്തിന്റെ ലോജിക്ക് അന്വേഷിച്ച് പോകുന്നതിന് പകരം സർവാത്മന അതിനെ പിന്തുണക്കാനുള്ള, അതിനെ സ്വീകരിക്കാനുള്ള ഒരു മാനസിക സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ശൈലിയിലേക്കാണ് വിശ്വാസികൾ എത്തേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മയൊക്കെ ആ വിധത്തിൽ അല്ലാഹുവിന് സമർപ്പിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീനിന്റെ എല്ലാ ആശയങ്ങളെയും പൂർണ്ണമായി സ്വീകരിക്കുന്ന, അതിനു മാത്രം മനസ്സ് പാകപ്പെട്ട ഒരു സത്യവിശ്വാസത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടിലേക്ക് കടന്നു വന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അടുത്ത ആയത്ത് തുടങ്ങിയാൽ എന്തായാലും അവിടെ മുസല്ലൊക്കെ വിരിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ആയത്തിലേക്ക് ഇനി പോയാൽ നമുക്ക് എവിടെ എത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. ബാക്കി നമുക്ക് വദ്ദകസീറുൻ എന്ന് തുടങ്ങുന്നത് നാളെ നമുക്ക് ചർച്ച ചെയ്യാം. ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിലുണ്ട്. സത്യനിഷേധികളായ ആളുകൾ മുസ്ലിമീങ്ങളോട് കാണിച്ച അസൂയയുടെ, കുശുമ്പിന്റെ, അത് ആ ഒരു വളരെ മോശമായ ഒരു നിലപാട്, ആ നിലപാടിലൂടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് അല്ലാഹു തആല കൊണ്ടുവരുന്ന ചില ഉപദേശങ്ങൾ, അതെല്ലാം അടുത്ത ആയത്തിലുണ്ട്. സമകാലിക സമൂഹത്തെ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കിയാൽ പലപ്പോഴും നമുക്കും അതുമായി ബന്ധപ്പെടുത്തി കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കേണ്ടതുണ്ട്. അർഹമുർ-റഹീമായ അല്ലാഹു നമുക്കെല്ലാം അത്തരം കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാനും വിശ്വാസത്തിന്റെ വിഷയത്തിലൊക്കെ സജീവമായി നിലനിൽക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെയും വേണ്ടപ്പെട്ട എല്ലാവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നാം ദുആർക്കാമെന്ന് ഏറ്റെടുത്തവർ, പ്രത്യേകിച്ചും നമ്മുടെ ക്ലാസ് റൂമിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അഡ്മിന്മാര്, അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന, അതുപോലെ ക്ലാസുകൾ ശ്രദ്ധിക്കുന്ന റേഡിയോ ശ്രോതാക്കൾ അടക്കമുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിക് മീഡിയ മിഷൻ എന്ന് പറയുന്ന നമ്മുടെ സംഘ സംവിധാനത്തിന്റെ ഔദ്യോഗിക ചാനലിന്റെ ഭാഗമാകാൻ പ്രവർത്തകർ, സംഘടനാ കൾച്ചറുള്ളവരൊക്കെ പ്രത്യേകമായി അവർക്ക് ഭാഗ്യമുണ്ടാകേണ്ടതുണ്ട് എന്ന്, അതിന്റെ നമുക്ക് കടമയുണ്ട് എന്ന് നമ്മളെല്ലാവരും പ്രത്യേകമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെയാണ് എന്ന് ഉണർത്തുന്നു. ബഹുമാനപ്പെട്ട ചെറിയപ്പി ഉസ്താദിന്റെ സന്ദേശം ഇന്നു രാത്രി ലൈവിനു ശേഷം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. നേതാക്കളെല്ലാവരും ഈ സംവിധാനത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് നമുക്ക് ഉത്ബോധനങ്ങൾ നൽകുന്നുണ്ട്. ആ നൽകുന്ന ഉത്ബോധനത്തിന്റെ അന്തസത്ത അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ സംവിധാനം നമ്മുടെ സംഘടനാ കുടുംബത്തിന്റെ ഒരു അഭിമാനത്തിന്റെ വിഷയമാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി കാണേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സന്ദേശം നമ്മൾ കേട്ടു, ഉസ്താദിന്റെ സന്ദേശം നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നേതാക്കന്മാരൊക്കെ നൽകുന്ന, നേരത്തെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ നമ്മുടെ സമ്മേളനത്തിൽ വെച്ചാണ് ഇതിന്റെ ലോഞ്ചിങ് നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രചരണം എന്നത് സംഘ കുടുംബത്തിലെ ഓരോരുത്തരുടെയും ബാധ്യതയും അവരുടെ കടമയുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനീ ദഅവത്തിന്റെ മേഖലയിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ഒരു മുന്നോട്ട് പോക്കിന്റെ ഭാഗമാകാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിനോടൊക്കെ സഹകരിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമാഇന്റെ, നമ്മുടെ സാദാത്തുക്കളുടെ, നമ്മുടെ സംഘ സംവിധാനത്തിന്റെ ഒക്കെ എല്ലാ പ്രാർത്ഥനകളിലും കണ്ണികളാകാൻ അല്ലാഹു തആല നമുക്കൊക്കെയും ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. സ്വാഗതം പറച്ചിട്ട് തുടങ്ങി തോന്നുന്നുണ്ട്, പക്ഷെ ഷമീം ഇങ്ങോട്ട് മൈക്കിലേക്ക് വരുന്നില്ല. അതിന്റെ ഇടയ്ക്ക് നമ്മൾ അസീയുടെ ഒരു കമന്റ് കണ്ടല്ലോ നേരത്തെ, നിർത്താനായില്ല എന്ന്. അസി ഒരുപാട് കാലമായിട്ട് നമ്മളെ ക്ലാസ് റൂമിലൊന്നും തീരെ കാണാറ്